വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ്. അതായത് നമ്മൾ കെമിസ്ട്രിയിലെ 1ാമത്തെ ചാപ്റ്ററായിട്ട് വരുന്നത് ഈ ഒരു ചാപ്റ്ററാണ്. അവിടെ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? എന്താ ചാപ്റ്ററിൻ്റെ പേര്? ചാപ്റ്ററിൻ്റെ പേരാണ് കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ കെമിസ്ട്രി അല്ലേ. ഇപ്പോൾ ഇവിടെ കുറേ മാറ്റങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എന്തിൻ്റെ മാറ്റം അല്ലേ? അപ്പോൾ എന്തിനെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സിമ്പിളായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ള അടിസ്ഥാന ഘടകം എന്ന് പറയുന്നതാണ് എന്ത്? മാറ്റർ എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്ററിൽ സംഭവിക്കുന്ന കുറച്ച് മാറ്റങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ മാറ്റർ എന്താണെന്നുള്ള കാര്യം ഒന്നുകൂടെ എന്ത് ചെയ്യും? ഒന്ന് പഠിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. ചേഞ്ചസ് അല്ലെങ്കിൽ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് എന്ന ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. ഓക്കെ. അതുപോലെ ഈ കാണുന്ന നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, അതാണ് നല്ലത്. അതിന് പറ്റില്ലെങ്കിൽ മാത്രം വാട്സാപ്പിൽ ജോയിൻ ചെയ്താൽ മതി. വാട്സാപ്പ് നോട്ട് കിട്ടാൻ ലേറ്റ് ആകും. സോ ക്ലാസ് കണ്ടു പഠിക്കണം എന്നുണ്ടെങ്കിൽ നേരെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതാണ് നല്ലത്. ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്ക്, ഫ്രീ അല്ലേ. ഇത് തുടങ്ങാമല്ലോ. അപ്പോൾ കെമിസ്ട്രി ഓഫ് ചേഞ്ചസിനകത്ത് നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ. ഫിസിക്സിൻ്റെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. സോഷ്യൽ സയൻസിൻ്റെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്നിട്ട് പ്ലേലിസ്റ്റിലോട്ട് പോയാൽ മതി. ഇതെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് പ്ലേലിസ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ തുടങ്ങാമല്ലോ. നോക്കട്ടെ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലേ. ഒരു ശില്പി ഇരുന്ന് എന്ത് ചെയ്യാണ്? ഒരു ശില്പം നിർമ്മിക്കുകയാണ് അല്ലേ. ഈ കാണുന്ന പോലത്തെ ഒരു കല്ലിനെയാണ് കൊത്തി ഇങ്ങനത്തെ ശില്പമാക്കി മാറ്റുന്നത്. അതൊരു ചേഞ്ച് ആണോ? തീർച്ചയായിട്ടും ചേഞ്ച് ആണ് അല്ലേ. മെഴുകുതിരി കത്തിക്കുമ്പോൾ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അത് ഈ പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ തന്നെ കൊരയാപ്പൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? പൂക്കുറ്റിയോ? എന്തായാലും ദീപാവലിക്ക് കത്തിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് കത്തിക്കുമ്പോഴും എന്താ മാറ്റമാണ് സംഭവിക്കുന്നത്? ഒരു പച്ചക്കിരുന്ന പഴം എന്ത് ചെയ്തു? പഴുക്കുന്നു, മാറ്റമാണ്. വെള്ളം തിളയ്ക്കുമ്പോൾ വെള്ളം നീരാവിയായി മാറുന്നു, മാറ്റമാണ്. അങ്ങനെ നമ്മുടെ ചുറ്റിൽ ഒരുപാട് തരം മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ മാറ്റം സംഭവിക്കുന്ന സാധനങ്ങളെല്ലാം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഒറ്റ ഉത്തരവുണ്ട്. എന്താണ്? മാറ്റർ എന്ന് പറയുന്ന വസ്തു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളെയും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് മാറ്റർ? നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നിർമ്മിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു വസ്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളെയും നിർമ്മിച്ചിട്ടുള്ളത് എവറിത്തിങ്. അപ്പോൾ വാട്ട് ഈസ് മാറ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് മേഡ് അപ്പ് ഓഫ് മാറ്റർ. യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ള എന്ത് ഉപയോഗിച്ചിട്ടാ? മാറ്റർ ഉപയോഗിച്ചിട്ടാ. എന്താ മാറ്ററിൻ്റെ പ്രത്യേകതകൾ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ എന്താ മാറ്ററിൻ്റെ പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത നോക്കി. നിങ്ങൾ ഒരു കല്ല് എടുക്കുക, ഒരു ചെറിയ കല്ല്, ഒരു വലിയ കല്ല്. എന്നിട്ട് ഒരു ബീക്കറിൽ വെള്ളം എടുക്കുക. ആ ബീക്കറിൽ വെള്ളം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ആ ബീക്കറിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് ഈ ഒന്നാമത്തെ കല്ല് അതിലേക്ക് മുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും വാട്ടർ ലെവൽ ഒരല്പം എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂടിയിട്ടുണ്ടാവും. കാരണം എന്താ? ഈ കല്ല് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അല്ലേ. ഈ കല്ല് ഇതാ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലത്തെ വെള്ളം എന്ത് ചെയ്യും? മാറ്റിയാലല്ലേ കല്ലിന് കയറിയിരിക്കാൻ പറ്റുള്ളൂ. അല്ലെ, നിങ്ങളൊരു ബെഞ്ചിലിരിക്കുക എന്ന് വിചാരിക്കുക. ബെഞ്ചിൽ നിങ്ങൾ ഒരു 3 കൂട്ടുകാരിരിക്കുകയാണ്, അല്ലെങ്കിൽ 4 കൂട്ടുകാരിരിക്കുകയാണ്. 5ാമതൊരാൾക്ക് വന്നിരിക്കണമെങ്കിൽ നിങ്ങളൊന്നുകിൽ നീങ്ങിക്കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോഴല്ലേ ഈ ആൾക്കൊന്നിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് പറ്റും? ഇവിടെയും ഈ കല്ലിനിരിക്കണമെങ്കിൽ ഇവിടെയുള്ള വെള്ളം മാറിക്കൊടുക്കണം. അങ്ങനെ മാറിക്കൊടുക്കുന്ന കാരണം വെള്ളത്തിൻ്റെ ലെവൽ എന്ത് ചെയ്യും? കൂടും. കാരണം ഒരു കല്ലെന്ന് പറയുന്നത് ഇരിക്കാൻ കുറച്ച് സ്ഥലം വേണം. ആ വേണ്ട സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ കല്ലിൻ്റെ വോളിയം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എന്തെന്ന് വിളിക്കുന്നത്? വോളിയം. അതിൻ്റെ ലെങ്തിനെയും ബ്രെഡ്ത്തിനെയും തിക്നെസ്സിനെയും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. ഇറഗുലർ ഷേപ്പ് ആണെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും വോളിയം കിട്ടും, അല്ലെങ്കിൽ വോളിയം ഉണ്ട്. കുറച്ചുകൂടി കാണാൻ വലിപ്പമുള്ളൊരു കല്ല് നമ്മൾ ഇട്ടപ്പോഴത്തേക്കും ആദ്യം വന്നതിനേക്കാളും വെള്ളം എന്ത് ചെയ്തു? കുറച്ചുകൂടെ കൂടി. അപ്പോൾ ചെറിയ സ്റ്റോൺ ഇട്ടപ്പോൾ കൂടി വെള്ളത്തിനേക്കാൾ കുറച്ചുകൂടി കൂടി. കാരണം എന്താ? ഈ സ്റ്റോണിന് വലിപ്പം കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ വലിപ്പം കൂടുതലാണ്, അതൊരു ബിഗ്ഗർ സ്റ്റോൺ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ സബ്സ്റ്റൻസുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് എന്തുപയോഗിച്ചിട്ടാണ്? മാറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഒന്നാമത്തെ പോയിന്റ് അത് നിങ്ങൾക്കറിയാം. എല്ലാ സബ്സ്റ്റൻസും നിർമ്മിച്ചിട്ടുള്ളത് എന്തുപയോഗിച്ചിട്ടാണ്? മാറ്റർ ഉപയോഗിച്ചിട്ടാണ്. ആ മാറ്ററിന് എന്തുണ്ട്? ഒക്കുപ്പൈ ചെയ്യാനായിട്ട് സ്പേസ് ആവശ്യമാണെന്ന് വെച്ചാൽ മാറ്ററിന് എന്തുണ്ട്? അതിൻ്റേതായൊരു വോളിയം ഉണ്ട്. എന്ത് വസ്തു നമ്മളെടുത്താലും നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ അതിനിരിക്കാനൊരു സ്ഥലം വേണ്ടേ? ഉറപ്പായിട്ടും വേണം. ആ സ്ഥലത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിൻ്റെ വോളിയം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്രയെങ്കിലും മിനിമം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് എന്തുപയോഗിച്ചിട്ടാണടാ?
മാറ്റർ ഉപയോഗിച്ചിട്ടാണ്. ആ മാറ്ററിന് എന്തുണ്ട്? ആ മാറ്ററിന് ഒക്കുപ്പൈ ചെയ്യാനായിട്ട് എന്താവശ്യമാണ്? സ്പേസ് ആവശ്യമാണ്. എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കൾക്കും, മാറ്റർ കൊണ്ട് നിർമ്മിച്ച എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ഒരു വോളിയം ഉണ്ട്. പഠിച്ചു വയ്ക്കാമല്ലോ. സെറ്റല്ലേ? 2 പോയിന്റ്. എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് മാറ്റർ ഉപയോഗിച്ചിട്ടാണ്. ആ മാറ്ററിന് ഇരിക്കാനായിട്ട് സ്പേസ് ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ വസ്തുവിൻ്റെ വോളിയം എന്ന് വിളിക്കുന്നത്. വോളിയം എന്ന് വിളിക്കുന്നത്. ഇനി ആ വസ്തുക്കൾക്കെല്ലാം, അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് ഈ ചെറിയ സ്റ്റോണിന് ചെറിയ വോളിയവും വലിയ സ്റ്റോണിന് വലിയ വോളിയം ഉണ്ടായതും? അപ്പോൾ നിങ്ങൾ പറയും ചെറിയ സ്റ്റോണിൽ കുറച്ചേ സാധനമുള്ളൂ, വലിയ സ്റ്റോണിൽ സാധനത്തിൻ്റെ അളവ് കൂടുതലാണ് അല്ലേ? അപ്പോൾ ഒരു വസ്തുവിനകത്ത് എത്രത്തോളം മാറ്റർ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണ്ടേ? അതിന് നമ്മൾ വിളിക്കുന്നത് ആ വസ്തുവിൻ്റെ മാസ് എന്നാണ്. എന്താണ്? മാസ്. ഒരു വസ്തുവിൽ എത്രത്തോളം മാറ്റർ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ വസ്തുവിൻ്റെ മാസ് എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ കാര്യത്തിൽ നമ്മൾ ഈ പറയുന്ന ലാർജ് സ്റ്റോൺ ഉണ്ടല്ലോ, ആ ലാർജ് സ്റ്റോണിൻ്റെ മാസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. എന്നാൽ ആ പറഞ്ഞ സ്മോൾ ആയിട്ടുള്ള സ്റ്റോണിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വസ്തു എത്രത്തോളം സാധനങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്, ആ അളവ് എത്ര വസ്തു എന്നതിനെയാണ് നമ്മൾ മാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. അതിൽ എത്രത്തോളം വസ്തു ഉണ്ട് എന്ന അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ വസ്തുവിൻ്റെ മാസ് എന്ന് വിളിക്കുന്നത്. ഈ മാസിനെ നമ്മൾ കിലോഗ്രാം എന്ന യൂണിറ്റ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് 1ാമത്തെ ചാപ്റ്റർ ഫിസിക്സിൽ പഠിച്ചു അല്ലേ? അപ്പോൾ എന്തിലാണ് അളക്കുന്നത്? കിലോഗ്രാം എന്ന യൂണിറ്റിലാണ് നമ്മൾ മാസിനെ അളക്കുന്നത്. എന്തുപയോഗിച്ച് നമ്മൾ അളക്കുന്നത്? കോമൺ ബാലൻസ് അഥവാ ത്രാസ് എന്ന് നമ്മൾ പറയുന്ന ആ ഉപകരണം വെച്ചിട്ടാണ് നമ്മൾ മാസിനെ മെഷർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെയിങ് മെഷീൻ ഉണ്ടല്ലോ, ആ വെയിങ് മെഷീൻ വെച്ചെടുത്താലും തൽക്കാലം നമുക്ക് ഇവിടെ കിട്ടുന്ന എന്തെന്ന് പറയാം? വെയിറ്റ് ആണ്. എങ്കിൽ ഇപ്പോഴത്തേക്ക് നിങ്ങൾ അതിനൊക്കെ കൂടി മാസമാണെന്ന് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ, വെറുതെ കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ ബാലൻസ് ഉപയോഗിച്ച് നിങ്ങൾ 2 കല്ലിനെ വെയിറ്റ് ചെയ്താൽ ചെറിയ കല്ലിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും, അതിൻ്റെ അർത്ഥം അതിൽ കൂടുതൽ മാസ് ഉണ്ട്. അപ്പോൾ മാറ്ററിന് മാസ് ഉണ്ട്. 2ാമത്തെ പ്രോപ്പർട്ടിയും പഠിച്ചു. മാറ്ററിന് എന്തുണ്ട്? മാസ് ഉണ്ട്. ഓക്കെയാണ്. അപ്പോൾ മാറ്ററിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസും വേണം, അതിന് മാസും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് മാറ്റർ എന്ന് ഡിഫൈൻ ചെയ്തുകൂടെ? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്. മാസ് ഉള്ളതും ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണ്ടതും, അതായത് വോളിയം ഉള്ളതും മാസ് ഉള്ളതുമായ എല്ലാ വസ്തുക്കളും എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും? മാറ്റർ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ പറഞ്ഞിടാം, എന്താണ് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് മാറ്റർ? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്. മാസ് ഉള്ളതും ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണ്ടതുമായ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാറ്റർ എന്ന് വിളിക്കുന്നത്. യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളതും ഈ പറയുന്ന മാറ്റർ ഉപയോഗിച്ചിട്ട് ആണ്. മാറ്റർ അപ്പോൾ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും? പല രൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യും. പല രൂപത്തിൽ. അതായത് നമുക്ക് കണ്ണിൽ കാണുന്ന മാത്രമാണോ മാറ്റർ? അല്ല, കണ്ണിൽ കാണാത്തതും മാറ്ററിൽ വരും. ഉദാഹരണമാണ് നമ്മുടെ എയർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? എയർ, വായു. കാണാൻ പറ്റുമോ? ഇപ്പം ഞാനും എൻ്റെ ചുറ്റുപാട് എയർ ഉണ്ട്. നിങ്ങൾക്ക് എയർ കാണാൻ പറ്റുമോ? എനിക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് മാറ്റർ ആണോ? അത് മാറ്റർ ആണ്. അതിനെന്ത് വേണം? സ്പേസ് വേണം ഒക്കുപ്പൈ ചെയ്യാൻ. അത് മനസ്സിലാക്കാനാണ് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത്. നിങ്ങളൊരു ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ്സിനകത്ത് ചെറിയൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ കമഴ്ത്തിയ ഗ്ലാസ്സിനെ ഒറ്റയടിക്ക് മുക്കണം. ഇങ്ങനെ ചരിച്ച് മുക്കിയ വെള്ളം അകത്ത് കയറും, അങ്ങനെയല്ല, ഒറ്റയടിക്ക് മുക്കണം. എന്ന് വെച്ചാൽ എന്താണ്? ഇതിനകത്തുള്ള എയറിന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളതിനെ കമഴ്ത്തി മുക്കിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പൊക്കിയെടുക്കുമ്പോഴത്തേക്ക് എന്ത് കാണാൻ പറ്റും? ഈ പറയുന്ന ടിഷ്യൂ പേപ്പർ നനയാതിരിക്കുന്ന കാണാൻ പറ്റും. കാരണം ഇവിടെ നിന്ന് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന വെള്ളത്തിനെ ആരോ ഒരാൾ തടയുന്നുണ്ട്. ആര് തടയുന്നുണ്ട്? ആ തടയുന്നതാണ് ഈ ഗ്ലാസ്സിനകത്തിരിക്കുന്ന എയർ. അപ്പോൾ എയറിന് സ്പേസ് വേണ്ടേ ഒക്കുപ്പൈ ചെയ്യാൻ? അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളം അകത്ത് കയറുമായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഒരാൾ ഓൾറെഡി ഇരിപ്പുണ്ട്. ആരിപ്പുണ്ട്? ആ ഇരിക്കുന്ന ആളാണ് എയർ. അപ്പോൾ എയറും എന്താണ്? ഒരു മാറ്ററാണ്. എയർ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? മാറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എയറിനും അപ്പോൾ എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എയറിന് മാസ് ഉണ്ടെന്ന്? നല്ല എക്സാമ്പിൾ ഇതാ, നിങ്ങൾക്ക് തന്നെ അറിയാം. ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? ഫുട്ബോൾ കളി കാണാൻ ഇഷ്ടമാണല്ലോ. ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ബോളിനകത്ത് നമ്മൾ എന്താ നിറച്ച് വെച്ചേക്കുന്നത്? എയർ അല്ലേ? അപ്പോൾ എയർ ഇല്ലാത്തൊരു ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അതിങ്ങനെ വീർത്തിരിക്കുമോ? ഇല്ല. അതെങ്ങനെ ഇരിക്കും? അതിങ്ങനെ ചുരുങ്ങിയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ വോളിയം കുറഞ്ഞു എന്നല്ലേ? അപ്പോൾ എയർ അകത്ത് വരുമ്പോഴല്ലേ അത് ഈ ബോൾ പോലെ ആവുന്നേ. അപ്പോൾ എയറിന് എന്തുണ്ട്? വോളിയം ഉണ്ട്. വോളിയം ഉണ്ട് എന്ന് വെച്ചാൽ എയറിന് ഒക്കുപ്പൈ ചെയ്യാൻ എന്ത് വേണം? സ്പേസ് ആവശ്യമുണ്ട്. ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞൂടെ? അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചു എയറിന് വോളിയം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾ പറയണം, ഒരു ഫുട്ബോൾ എടുത്താൽ അത് ഇൻഫ്ലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സമയത്ത്, നിറച്ച് വെച്ചേക്കുന്ന സമയത്ത് എന്തായിരിക്കും? അതിനകത്ത് വോളിയം കൂടുതലാണ്. അത് ഡീഫ്ലേറ്റ് ആയിരിക്കുന്ന സമയത്ത്, അത് എയർ ഇല്ലാത്തപ്പോൾ അതിൻ്റെ വോളിയം കുറവായിരിക്കും എന്ന് പറയാം.
അപ്പോൾ ഇനി ഈ പറയുന്ന വസ്തുവിന് മാസ് ഉണ്ടോ എന്ന് അറിയണ്ടേ? എന്ത് ചെയ്താൽ മതി? എയറിൽ ഉള്ള ഒരു ഫുട്ബോളിനെയും എയർ ഇല്ലാത്ത ഒരു ഫുട്ബോളിനെയും നമ്മളൊരു വെയിങ് മെഷീനിൽ വെച്ച് അതിൻ്റെ വെയിറ്റ് നോക്കിയാൽ മതി. എയർ ഉള്ള ഫുട്ബോളിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ എയർ ഇല്ലാത്ത ഫുട്ബോൾ എന്ന് വെച്ചാൽ ആ പറയുന്ന സാധനം മാത്രമാകുമ്പോൾ അതിനെന്തായിരിക്കും? വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ വെയിറ്റ് കൂടിയത് എന്തുകൊണ്ടാണ്? അതിനകത്ത് ഇപ്പോൾ എന്തുണ്ട്? എയർ ഉണ്ട്. അപ്പോൾ എയറിന് എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് മാസ് ഉണ്ട്. അപ്പോൾ മാറ്റർ പല രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മാറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? പല രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ എന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ പറയും മാറ്ററിന് സ്പേസ് വേണം ഇരിക്കാനായിട്ട്. നമ്മൾ സ്റ്റോണിൻ്റെ എക്സാമ്പിൾ, മാറ്ററിന് മാസ് ഉണ്ട്, സ്റ്റോണിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ മനസ്സിലായി. എയറും ഒരു മാറ്ററാണ്. എൻ്റെ അർത്ഥം മാറ്റർ പല സ്റ്റേറ്റുകളിൽ എന്ത് ചെയ്യുന്നു? എക്സിസ്റ്റ് ചെയ്യുന്നു. കണ്ണിൽ കാണുന്നത് മാത്രമൊന്നുമല്ല, കാണാത്തതും മാറ്ററിൽ വരും. ഫോർ എക്സാമ്പിൾ എയർ ദാറ്റ് ഒക്കുപ്പൈസ് എ സ്പേസ്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ടവൽ ഗ്ലാസ്സിൽ വെച്ച് എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. എയറിന് മാസ് ഉണ്ട്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഡീഫ്ലേറ്റഡ് ബലൂണും ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ബലൂണല്ല ഫുട്ബോളും നമ്മൾ വെയിറ്റ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ കണ്ട ഒറ്റ പോയിന്റിൽ ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ ഫുൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് ചുരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നോട്ട് നോക്കി പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് പക്ഷേ വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ കളി നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കോൾഡ് മാറ്റർ. ആ മാറ്ററിന് വോളിയം അല്ലെങ്കിൽ ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്, അതിന് മാസ് ഉണ്ട്, അത് പല ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ഏതൊക്കെ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു? പ്രധാനമായിട്ടും നമുക്കൊരു 8ാം ക്ലാസ് ലെവലിൽ 3 സ്റ്റേറ്റിനെ പറ്റി പഠിച്ചാൽ മതി. ഏതൊക്കെയാണ് ആ സ്റ്റേറ്റ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഏതൊക്കെയാണത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. എന്താണ് സോളിഡ്? പാർട്ടിക്കിൾസ് ഒക്കെ അടുത്തടുത്തിരിക്കുമ്പോൾ അല്ലെ, ഖരാവസ്ഥ എന്ന് പറയും, ഒരു പ്രത്യേക ഷേപ്പൊക്കെ ഉള്ളതാണ് സോളിഡ്. എന്നാൽ ഒഴുകിപ്പോകുന്ന സാധനം ലിക്വിഡ്. നമുക്ക് കണ്ണി കാണാൻ പറ്റാത്ത ഗ്യാസ് എന്ന് പറയുന്നത് വായു വരും. അപ്പം നോക്കി ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിച്ചേ, പറ്റുമോ നമുക്ക്? ഹാസ് ഡെഫിനിറ്റ് മാസ്. മാസ് ആർക്കൊക്കെ ഉണ്ട്? എടാ മാസ് ഇല്ലെങ്കിൽ പിന്നെ മാറ്റർ ആണോ? അല്ലേ. അപ്പോൾ സോളിഡിന് മാസ് ഉണ്ട്, ലിക്വിഡിന് മാസ് ഉണ്ട്, ഗ്യാസിന് മാസ് ഉണ്ട്. മാസ് ഇല്ലാതെ കളിയില്ല. കാരണം സോളിഡ് മാസ് നമുക്ക് വെയിറ്റ് നോക്കി അറിയാൻ പറ്റും, ഗ്യാസിൻ്റെ മാസ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. ഡെഫിനിറ്റ് ആയ വോളിയം എന്ന് വെച്ചാൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പ് മാത്രമല്ല, ഡെഫിനിറ്റ് ആയിട്ടൊരു വോളിയം ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും. അപ്പോൾ എന്താ ഡെഫിനിറ്റ് വോളിയം എന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ കുറച്ച് കല്ലെടുത്തു. ആ കല്ലിനിരിക്കാൻ ഒരു പ്രത്യേക സ്ഥലം വേണം, ഷേപ്പ് ഉണ്ട്. കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു വെച്ചു. ഒരു ഷേപ്പ് ഇല്ലെങ്കിലും അത് ഒഴിക്കുന്ന പാത്രത്തിൽ നിറഞ്ഞു നിൽക്കും. പക്ഷേ ഈ ഗ്യാസ് എന്ന് പറയുന്നതിനൊരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ ഒരു ബോട്ടിൽ എടുത്ത് അതിനകത്ത് ഗ്യാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആ ഷേപ്പ് അനുസരിച്ച് മാറും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗ്യാസിന് ഞാനൊരു ചെറിയ ടംബ്ലറിനകത്ത് അടച്ചു വെച്ചാൽ ഇത് ചുരുങ്ങിയിരുന്നോളും. ഒരു വലിയ പാത്രത്തിലായി അത് എക്സ്പാൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ഡെഫിനിറ്റായൊരു വോളിയം ഉണ്ടോ? അപ്പോൾ എന്താ വോളിയം? ലെങ്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് എന്ന് ഓർത്ത് വെച്ചോ. ഡെഫിനിറ്റായിട്ട് വോളിയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ മൗസ് എടുത്തു, ഇതിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, അല്ല ഇത്രയും വലിപ്പമുണ്ട്. ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു, ആ ഗ്ലാസ്സിനകത്ത് വെള്ളം ഒരു നമുക്ക് കാണാൻ പറ്റില്ല, ഡെഫിനിറ്റായിട്ടൊരു അളവുണ്ട്. അങ്ങനെ എളുപ്പം നമുക്ക് കംപ്രസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഗ്യാസിന് അതില്ല. ഗ്യാസ് ഏത് പാത്രത്തിനകത്ത് വയ്ക്കുമോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ വോളിയം മാറുന്നത്. ഷേപ്പ് മാത്രമല്ല, അതിൻ്റെ വോളിയം അതനുസരിച്ച് മാറും. ചെറിയൊരു പാത്രത്തിൽ അടച്ചു വെച്ചാൽ ഇതിനകത്ത് അത് കൺഫൈൻഡ് ആയിട്ടിരുന്നോളും, ഒതുങ്ങിയിരുന്നോളും. എന്നാൽ വലിയ പാത്രത്തിൽ അടച്ചു വെച്ചാൽ അത് എക്സ്പാൻഡ് ചെയ്ത് വലുത് മൊത്തം നിറഞ്ഞിരിക്കും. സോ എവിടെ കൊണ്ടുവയ്ക്കോ അവിടെ അങ്ങ് നിറഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഗ്യാസിന് ഇഷ്ടം. അപ്പോൾ അതിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സോ സോളിഡിനും ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ലിക്വിഡിനും ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. പക്ഷേ ഗ്യാസിന് എന്തില്ല? ഡെഫിനിറ്റ് വോളിയം. വോളിയം ഇല്ലെന്നല്ല, ഡെഫിനിറ്റ് ഒരു വ്യക്തമായ ഒരു കൃത്യമായ വോളിയം ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൃത്യമായൊരു വോളിയം ഗ്യാസിനില്ല. ഏത് പാത്രത്തിൽ കൊണ്ടുപോയിക്കോ അതിനകത്ത് അങ്ങ് നിറഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഗ്യാസിന് ഇഷ്ടം. ഇനി ഷേപ്പിനെ പറ്റി പറയുമ്പോൾ സോളിഡിന് മാത്രമേ പ്രത്യേക ഷേപ്പുള്ളൂ. ലിക്വിഡും നമ്മൾ ഏത് പാത്രത്തിൽ വയ്ക്കോ അതിൻ്റെ ഷേപ്പായിരിക്കും. ഗ്യാസിനും അപ്പോൾ എന്തായിരിക്കും? നമ്മൾ ഏത് പാത്രത്തിൽ വയ്ക്കോ ആ ഒരു ഷേപ്പായിരിക്കും. അപ്പോൾ ഇത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾക്ക് അറിയാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പോൾ മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്ന 3 സ്റ്റേറ്റിലാണ്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇനി ഇതല്ലാത്തൊരു സ്റ്റേറ്റ് ഉണ്ട്, അത് ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ പ്ലാസ്മ എന്നാണ് പറയുന്നത്. എന്തുവാണ്? പ്ലാസ്മ എന്ന് വെച്ചാൽ ഈ നക്ഷത്രങ്ങൾക്ക് ചുട്ടുപഴുത്ത് ലാവ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഊഹിച്ചൂടെ? ഹൈ ടെമ്പറേച്ചറിൽ ഒരു പേസ്റ്റ് പോലെ ഒരു ചുട്ടുപഴുത്ത് ഉരുകിയിരിക്കുന്ന ഒരവസ്ഥ, അതിനാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അത് പഠിക്കേണ്ട, അറിഞ്ഞിരുന്നാലും മതിയാവും. ഓക്കെ, പ്ലാസ്മ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോളിഡിനും ലിക്വിഡിനും ഗ്യാസിനും മാസ് ഉണ്ട്. ഡെഫിനിറ്റ് വോളിയം തന്നെ പഠിക്കണം, വെറും വോളിയം ഒന്ന് പഠിച്ചു വയ്ക്കരുത്. ഡെഫിനിറ്റ് വോളിയം സോളിഡിനും ലിക്വിഡിനേ ഉള്ളൂ, ഗ്യാസിനില്ല. ഇനി ഡെഫിനിറ്റായ ഷേപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവും, പക്ഷേ ഡെഫിനിറ്റായ ഷേപ്പ് സോളിഡിന് മാത്രമേ ഉള്ളൂ, ലിക്വിഡിനും ഗ്യാസിനും അതില്ല. അപ്പോൾ ഈ ഒരു ടേബിൾ ഞാനിവിടെ തന്നിട്ടുണ്ട്, മറക്കാതെ പഠിച്ചോളൂ. ഓക്കെ.
അപ്പോൾ ഇനി നമുക്ക് ചേഞ്ചസിലോട്ട് പോവാം. നമ്മുടെ എന്താ തീർന്നു, നമ്മുടെ മാസ് അല്ലെ നമ്മുടെ മാറ്റർ എന്ന് പറയുന്ന ഭാഗം തീർന്നു. എന്ത് തീർന്നു? മാറ്റർ തീർന്നു. നമ്മുടെ അടുത്ത് ചാപ്റ്റർ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്? ചേഞ്ചസ് അല്ലേ, കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് എന്നാ. അപ്പോൾ നമ്മൾ ഈ ചേഞ്ചിലോട്ട് പോകാൻ പോവുകയാണ്. നമ്മൾ എന്താ ചേഞ്ച് ചെയ്യുന്നതെന്ന് പഠിച്ചു. മാറ്ററാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും ആ ചേഞ്ച് എങ്ങനെയാണ്? ചേഞ്ച് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കി. നമ്മൾ മെഴുക് ഉരുക്കുമ്പോൾ മെഴുക് സോളിഡായിട്ടിരിക്കും. മെഴുകുതിരിയുടെ മെഴുക് ഉരുക്കുമ്പോൾ അത് ലിക്വിഡാവും, തണുക്കുമ്പോൾ വീണ്ടും സോളിഡാവും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ സോളിഡ് ചൂടാക്കുമ്പോൾ ലിക്വിഡാവും, ലിക്വിഡ് ചൂടാക്കുമ്പോൾ എന്താവും? സോളിഡാവും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊന്നുമില്ല. നേരെ മറിച്ച് നമുക്ക് വേറൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നമ്മൾ വൈസ് വേഴ്സ എന്ന വാക്കുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കഷ്ണം പേപ്പറിനെ കത്തിച്ചു എന്ന് വിചാരിക്കുക. അതെന്തായിട്ട് മാറും? അത് ആഷ് അഥവാ അതെന്തായിട്ട് മാറും? ചാരമായിട്ട് മാറും അല്ലേ. എന്തായിട്ട് മാറും? ചാരം, ആഷ് അല്ലേ. നിങ്ങളിവിടെ ചാമ്പൽ എന്നാണ് പറയുന്നത് ഇതിന്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും ഇതിനെ? വേറെ വല്ല പേരും പറയൂ. ഞങ്ങളുടെ നാട്ടിൽ ചാമ്പൽ, അല്ലെങ്കിൽ ടെക്നിക്കലി സാഹിത്യ ഭാഷയിൽ ചാരം എന്നൊക്കെ പറയും, ഇംഗ്ലീഷിൽ ആഷ് എന്ന് പറയും. അപ്പോൾ ഈ ആഷിന് പക്ഷേ നമുക്ക് തിരിച്ചൊരിക്കലും എന്താക്കാൻ പറ്റത്തില്ല? പേപ്പറാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ചില മാറ്റങ്ങൾ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും, ചില മാറ്റം പക്ഷേ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാറ്റങ്ങൾ രണ്ട് തരത്തിലുണ്ട്. റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന മാറ്റവും റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത മാറ്റവും. ഇനി വേറൊരു കാര്യം, അതിൻ്റെ സ്പീഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. വരുമ്പോൾ ഈ പോയിന്റ് ഒന്ന് വ്യക്തമാക്കാം അല്ലേ. രണ്ട് മാറ്റങ്ങളാണുള്ളത്. നോക്കിയേ, ഇതിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹീറ്റ് ആക്കുമ്പോൾ വാക്സ് മെൽറ്റ് ചെയ്യും, തിരിച്ച് കൂളാക്കുമ്പോൾ തിരിച്ചു വരും. ഫിസിക്കലി പുറത്തുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ പേപ്പർ കത്തിച്ചപ്പോൾ അത് മാറാത്ത മാറ്റമാണ്. അത് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഘടനയിൽ വ്യത്യാസം വരുന്നു. കനോട്ട് ബി റിവേഴ്സ്, അത് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ എന്ത് ചെയ്യും? ഫോം ആവുകയും ചെയ്യും. ആ ഫോമായ സബ്സ്റ്റൻസ് ആണ് എന്ത്? ചാരം, സ്മോക്ക്, ഗ്യാസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റിയാൽ അത് ഫിസിക്കൽ. അങ്ങോട്ട് മാത്രം മാറ്റുക, തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ലെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? കെമിക്കൽ എന്നിങ്ങനെ വിളിക്കും. അപ്പോൾ മാറ്റങ്ങൾ രണ്ട്. ഇനി സ്പീഡിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ചില മാറ്റങ്ങൾ പെട്ടെന്ന് നടക്കും, ചിലതാണെങ്കിലോ പതുക്കെ നടക്കത്തുള്ളൂ. ഓക്കെ. ഒരു 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 സീഡ് വളർന്നൊരു ചെടിയാകാൻ നല്ല സമയം എടുക്കും അല്ലേ. എന്നാൽ അതുപോലെയാണ് ഒരു പടക്കം പൊട്ടിക്കുന്നത്, ടക്കെന്ന് പൊട്ടത്തില്ലേ. അപ്പോൾ നമുക്ക് ചേഞ്ചസിനെ എന്തായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. സ്പീഡുള്ള ചേഞ്ചസ് എന്നും ഫാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ് എന്നും. കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത്, മുളച്ച് വരുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, പഴം പഴുക്കുന്നത്, ഒരു ചെടി വളർന്നു വരുന്നതൊക്കെ സ്ലോ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ഒരു പടക്കം പൊട്ടിക്കുന്നു, നമ്മളൊരു ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്നു, പേപ്പർ കത്തിക്കുന്നു, ഓക്കെ, ഫയർ വർക്ക് എക്സ്പ്ലോഷൻ, അത് റിപ്പീറ്റ് ചെയ്ത് വന്നു അല്ലേ. എന്നാലും കുഴപ്പമില്ല, മനസ്സിലാവുമല്ലോ. അപ്പോൾ അതൊക്കെ എന്താണ്? പെട്ടെന്ന് നടക്കും. അപ്പോൾ ചില ചേഞ്ചുകൾ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും, ചിലതാണെങ്കിലോ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചിലതാണെങ്കിൽ എന്ത് ചെയ്യാം? ചിലത് നടക്കുന്നത് എന്തായിരിക്കും? വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും. ചിലത് എന്തായിരിക്കും? വളരെ സ്ലോ ആയിട്ടും ആയിരിക്കും. അപ്പം അങ്ങനെ ചേഞ്ചസ് പലതരത്തിലുണ്ട്. സോ നമുക്ക് ചേഞ്ചസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. നേരത്തെ പറഞ്ഞ ഫിസിക്കലും കെമിക്കലും. മറ്റേ നേരത്തെ പറഞ്ഞ ചേഞ്ചിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ്. എന്താ ചേഞ്ച് ഉണ്ട്? രണ്ട് ടൈപ്പ്, ഫിസിക്കലും കെമിക്കലും. എന്താ ഫിസിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കടാ. ഫിസിക്കൽ ചേഞ്ചിൽ നമ്മൾ പറഞ്ഞു മെഴുകുതിരി ഉരുകുന്നു, വെള്ളമാവുന്നു, തിരിച്ചാവുന്നു. പുതിയ എന്തെങ്കിലും ഇവിടെ ഉണ്ടായോ? ഇല്ല. അപ്പോൾ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഇവിടെ ഉണ്ടാവത്തില്ല ഫിസിക്കൽ ചേഞ്ചിൽ. കെമിക്കൽ ചേഞ്ചിലാണെങ്കിലോ പേപ്പർ കത്തിച്ചു, ചാരം ഉണ്ടായി, പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തു. ഫിസിക്കൽ ഓക്കെ, ഓൺലി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ചേഞ്ചസ് അല്ലെ, പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അത് റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. യൂഷ്വലി അതെന്തായിരിക്കും? തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റും. മറ്റാത്ത ചില കേസ് ഉണ്ടെങ്കിലും നമ്മളിപ്പോഴത്തേക്ക് അങ്ങനെ പഠിച്ചാൽ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ കെമിക്കൽ വരുമ്പോഴത്തേക്കും മോളിക്കുലാർ അറേഞ്ച്മെൻ്റ് എല്ലാം മൊത്തത്തിൽ മാറ്റുകയാണ്. അപ്പോൾ അതൊരിക്കലും എന്തല്ല റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇർറിവേഴ്സിബിൾ ആയിരിക്കും. അതെന്തായിരിക്കും? ഇർറിവേഴ്സിബിൾ ആയിരിക്കും. ഇപ്പോൾ നോക്കിയേ, മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുകുതിരി ഉരുകുന്നത്, വെള്ളം നമ്മൾ ഐസാക്കുന്നത്, ഉപ്പ് നമ്മൾ വെള്ളത്തിൽ കലക്കുന്നതൊക്കെ എന്താണ്? ഫിസിക്കൽ ചേഞ്ചാണ്. നമുക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം? തിരിച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കെമിക്കൽ ചേഞ്ച് ആണെങ്കിലോ കണ്ടോ, നമ്മൾ ഈ പറയുന്ന ക്യാൻഡിൽ കത്തിക്കുമ്പോൾ എന്ത് പറ്റും? തീ ഉണ്ടാകുന്ന ആ ചേഞ്ച് അതെന്താണ്? കെമിക്കൽ ചേഞ്ചാണ്. മെഴുകുതിരി ഉരുക്കുന്നതല്ല, മെഴുകുരുക്കുന്നതല്ല, എന്താണ്? മെഴുകുതിരി കത്തിച്ച് വയ്ക്കുമ്പോൾ. അപ്പോൾ രണ്ടാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. മെഴുകുതിരി നമ്മൾ തീ കാണിച്ച് ഉരുക്കുന്ന പോലെയല്ല മെഴുകുതിരി കത്തിക്കുമ്പോൾ. മെഴുകുതിരി കത്തിക്കഴിയുമ്പോൾ ആ അത്രയും മെഴുകും ഉരുകി നിങ്ങൾക്ക് വെള്ളമായിട്ട് കിട്ടുമോ? ഇല്ലല്ലോ, അളവ് കുറയത്തില്ലേ. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്, തൈരാക്കുന്നത്, റസ്റ്റിംഗ് ഓഫ് അയൺ, തുരുമ്പിക്കുന്നത്,
ബേണിംഗ് ഓഫ് ഫയർവുഡ് ഇതൊക്കെ എന്താണ് ഒരിക്കൽ നടന്നാൽ പിന്നെ റിവേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. മെഴുക് നമ്മളൊരു പാത്രത്തിലിട്ട് ചൂടാക്കി ഉരുക്കുമ്പോൾ അതേ അളവിൽ വെള്ളം കിട്ടും. അതല്ല, കത്തിച്ചു വെച്ച ക്യാൻഡിലാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നോക്കിയേ, അതാണ് എന്തെന്ന് പറയുന്നത് ഫിസിക്കൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്താ? നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച്. Only the molecular arrangement changes. But in chemical change, a new substance is converted into another one, and that means a new molecule is formed. പുതിയൊരു മോളിക്യൂള് ഫോം ചെയ്തു എന്ന് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ചേഞ്ചസ് എന്ന് പറയുന്നത്. കണ്ടുവന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡൗട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും? മെൽറ്റിംഗ് ഓഫ് വാക്സും ബേണിംഗ് ഓഫ് ക്യാൻഡിലുമാണ്. മാറിപ്പോവരുത്. മെൽറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിലും ബേണിംഗ് കത്തിക്കുന്നത് എന്താണ്? കെമിക്കൽ ചേഞ്ചിനകത്ത് ഉൾപ്പെടുന്ന കാര്യം ആകുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചു 3 സബ്സ്റ്റൻസ് ഉണ്ട്. സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. അതൊന്ന് താരതമ്യം ചെയ്യുകയാണേ. സോളിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഡെഫിനിറ്റ് ഓളിയോ ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. അപ്പോൾ പാർട്ടിക്കിൾസ് ഒക്കെ എന്തായിരിക്കും? വളരെയധികം അടുത്തടുത്തായിരിക്കും. സോ വെരി ലെസ് ആയിരിക്കും എന്ത് പാർട്ടിക്കിൾസിനിടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത്. ഇതിനേക്കാൾ കുറച്ചുകൂടി സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിരിക്കും ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലെസ് ദാൻ സോളിഡ് എന്ന് പറയാൻ പറ്റും. എന്തെന്ന് പറയാൻ പറ്റും? സോളിഡിനേക്കാളും കുറവാണ് എന്നാൽ സ്പേസ് ഉണ്ട്. ഗ്യാസ് ആണെങ്കിലോ, ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല, ഓളിയും ഇല്ല. കാരണം പാർട്ടിക്കിൾസ് വളരെ ദൂരെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെരി ഹൈ എന്ന് പറയാൻ പറ്റും. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? വെരി ഹൈ ആയിരിക്കും ഗ്യാസസിനകത്ത്. ഇനി അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. ഇവിടെ അടുത്തടുത്തിരിക്കണമെങ്കിൽ സ്നേഹം വേണം അല്ലേ? അപ്പോൾ ഇവർ തമ്മിൽ അടുത്തടുത്തിരിക്കണമെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര അട്രാക്ഷനും സ്നേഹവുമാണ്. അപ്പോൾ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് വെരി ഹൈ ആയിരിക്കും അല്ലേ? അപ്പോഴേ അടുത്തടുത്തിരിക്കുകയുള്ളൂ. സോളിഡിനകത്ത് രണ്ടിനും ഇടയിലായിട്ടാണ്. ഇന്ന് ഗ്യാസിലോ അട്രാക്ഷൻ ഭയങ്കര കുറവ്, ശത്രുക്കൾ. അതുകൊണ്ടാണ് മാക്സിമം ദൂരെ പോയി നിൽക്കുന്നത്. സ്പീഡ് ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ്. ഇവിടെ അടുത്തടുത്ത് ചേർത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കാണ്. അനങ്ങാൻ പറ്റുമോ? ഇല്ല, വളരെ കുറവാണ്. അപ്പോൾ സോളിഡിനകത്ത് വളരെ കുറവാണെങ്കിൽ ലിക്വിഡിൽ എന്തായിരിക്കും? ലിക്വിഡിനകത്ത് വരുമ്പോഴത്തേക്കും സോളിഡിനേക്കാളും കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ എന്ത് പറയും? ഫാസ്റ്റർ ദാൻ സോളിഡ് എന്ന് പറയും. ഗ്യാസിനകത്താണെങ്കിലോ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. കാരണം എന്താ? വളരെ ദൂരെ ഇരിക്കില്ലേ, ഒരു ബന്ധവുമില്ല. നിങ്ങളതിനെ ആലോചിച്ചൊക്കെ, പാരൻസിൻ്റെ ഒരു ശിക്ഷണമൊന്നും ഇല്ലാതെ, ടീച്ചേഴ്സ് ഒന്നും നോക്കുക, നിങ്ങളങ്ങ് ഇഷ്ടത്തിനങ്ങ് വിട്ടാൽ നിങ്ങളെ ഇഷ്ടമുള്ളതൊക്കെ അങ്ങ് ചെയ്യുക. അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എനർജി ഓഫ് പാർട്ടിക്കിൾസ് എനർജി. ഇവിടെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി വേണം അല്ലേ? അപ്പോൾ മൂവ്മെൻറ്റ് കുറവായിട്ട് ഇവിടെ ചേർത്ത് പിടിച്ചേക്കുകയാണെങ്കിൽ എനർജി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ എനർജി എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? ലെസ് ആയിരിക്കും. ഇവിടെയാണെങ്കിൽ സോളിഡിനേക്കാൾ കൂടുതലായിരിക്കും. മറ്റിടത്ത് നന്നായിട്ട് മൂവ് ചെയ്യില്ലേ, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ നല്ല എനർജി വേണ്ടേ? എനർജിയും വേണം. അങ്ങനെ പാർട്ടിക്കിൾസ് 2-3 തരത്തിൽ ഉണ്ട്. ഇത്രയും ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫിസിക്കൽ ചേഞ്ചിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ചേഞ്ചിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മളിന്ന് പഠിക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ പഠിച്ച കെമിക്കൽ ചേഞ്ചും അതിൻ്റെ പല തരം ചേഞ്ചുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ? സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നോട്ട് കിട്ടാൻ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ഇല്ല എങ്കിൽ മാത്രം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഒരു നിർവാഹവും ഇല്ലെങ്കിൽ മാത്രം വാട്സാപ്പിൽ ജോയിൻ ചെയ്താൽ മതി. കാരണം ടെലഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത ഉടനെ നോട്ട് ഡൗൺലോഡ് ചെയ്ത് ഈസി ആയിട്ട് നിങ്ങളുടെ കാര്യം നോക്കാം. പക്ഷേ വാട്സാപ്പിലാണെങ്കിൽ റിപ്ലൈ കിട്ടാനൊക്കെ കുറച്ച് താമസം ഉണ്ടാവും. അപ്പോൾ നോക്കാമല്ലോടാ. എന്താണ് ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാറ്റർ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെ 3 സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? നമ്മൾ ഹീറ്റ് അല്ലെങ്കിൽ ചൂട് അല്ലെങ്കിൽ താപം കൊടുത്താൽ മതി, നമുക്കിത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണം, സോളിഡായ ഒരു വസ്തുവിനെ നമ്മൾ ചൂടാക്കുന്നു. ഉദാഹരണം, ഞാൻ ഐസ് എന്ന് പറയുന്ന സാധനത്തിനെ എടുത്ത് ചൂടാക്കുന്നു. ഐസ് ഉരുകും, അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഐസ് എന്തായിട്ട് മാറും? സോളിഡായ ഐസ് ലിക്വിഡായിട്ടുള്ള എന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. ഓക്കെ ആണോ? വെള്ളത്തെ വീണ്ടും നമ്മൾ ചൂടാക്കുമ്പോൾ അത് നീരാവിയായി മാറും. നീരാവിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? വാട്ടർ വേപ്പർ എന്ന് വിളിക്കും അല്ലെ? എന്ത് വിളിക്കും? വാട്ടർ വേപ്പർ എന്ന് വിളിക്കും. എന്തുവാണത്? അത് ഗ്യാസ് ആയിട്ടുള്ള ഒരു വസ്തുവിന് ഉദാഹരണമാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു വസ്തുവിനെ ചൂടാക്കുന്നതിലൂടെ അതിൻ്റെ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ സോളിഡായ വസ്തു നമ്മൾ പറഞ്ഞു, പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെയധികം അടുത്തടുത്താണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. പാർട്ടിക്കിൾസിൻ്റെ ഫ്രീഡം കുറവാണ്, എനർജി കുറവാണ്, സ്പീഡും കുറവാണ്. നമ്മൾ അതിലേക്ക് എന്ത് കൊടുക്കുന്നു? ഹീറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു എനർജി അല്ലേ? ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെടാ? അതൊരു എനർജി അല്ലേ? അപ്പോൾ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവനോട് ചുമ്മാ ഇരിക്കുകയോ ഇല്ല.
നിങ്ങൾക്ക് 5 ദിവസം ഭക്ഷണം തന്നില്ല, നിങ്ങളുടെ ഊർജ്ജം ഇല്ലെങ്കിൽ എണീറ്റ് നടക്കാൻ പോലും പറ്റാതെ നിങ്ങളിവിടെ കിടക്കും. എന്നാൽ നല്ല എനർജി ഡ്രിങ്കും നല്ല മധുരമൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഹാപ്പിയായിട്ട് എനർജി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഊർജ്ജമാണ് അല്ലേ, നമുക്ക് എഴുതി നടക്കാനും ഓടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പാർട്ടിക്കിൾസും എന്ത് പറ്റും, എനർജി കിട്ടിക്കഴിയുമ്പോൾ അവർക്കിടയിലുള്ള സ്പേസ് കൂടും, അവരുടെ വേഗത കൂടും, അവർക്കിടയിലുള്ള ദൂരവും കൂടും. അപ്പോൾ എന്ത് പറ്റും, സോളിഡായ വസ്തു ദൂരം കൂടുമ്പോഴത്തേക്കും ലിക്വിഡായിട്ട് മാറും. അതിലേക്ക് വീണ്ടും എനർജി കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും എനർജി കിട്ടുന്നു, ഊർജ്ജം കിട്ടുന്നു, തമ്മിലുള്ള അട്രാക്ഷനൊക്കെ ബ്രേക്ക് ചെയ്ത് അവർ വീണ്ടും ദൂരേക്ക് പോകുന്നു. ഈ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഊർജ്ജം കൊടുക്കുന്നത് പോലെ നമുക്ക് ഊർജ്ജം എടുക്കാനും പറ്റും. എന്ത് ചെയ്താൽ മതി, ഗ്യാസിനെ തണുപ്പിച്ചാൽ മതി, നമുക്ക് എന്താക്കാം, തിരിച്ച് ലിക്വിഡാക്കാം. ലിക്വിഡിനെ തണുപ്പിച്ചാൽ എന്താക്കാം, സോളിഡ് ആക്കാം. റെഫ്രിജറേറ്ററിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് കഴിയുമ്പോൾ അത് തണുത്ത് ഐസായിട്ട് മാറാറില്ലേ. വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡും ഐസ് എന്ന് പറയുന്നത് സോളിഡും അല്ലേ. അപ്പോൾ സ്റ്റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഹീറ്റ് കൊടുത്താൽ സ്റ്റേറ്റ് മാറും, സോളിഡ് ലിക്വിഡ് ആവും, ലിക്വിഡ് ഗ്യാസ് ആവും. ഹീറ്റ് തിരിച്ചെടുത്താൽ തിരിച്ച് ഗ്യാസ് ലിക്വിഡ് ആവും, ലിക്വിഡ് എന്താവും, സോളിഡും ആവും. ഈ പ്രോസസ്സിനാണ് നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ പറ്റും അല്ലെ. പെർമനൻ്റ് ആയൊരു മാറ്റമല്ല ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് നമുക്ക് എക്സാമ്പിൾ എടുക്കാം, ഒരു ഫിസിക്കൽ ചേഞ്ചിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് എടുക്കാൻ പറ്റും, ഒരു ഫിസിക്കൽ ചേഞ്ചിൻ്റെ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും. ഇനി സോളിഡിനെ ലിക്വിഡ് ആക്കിയിട്ട് മാത്രമേ ഗ്യാസ് ആക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്കൊരു സംശയം വരാം. അല്ലാത്ത കേസും ഉണ്ട്. ആ കേസിൻ്റെ പേര് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ പാറ്റ ഗുളിക എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ? നാഫ്തലീൻ ബോൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കർപ്പൂരം അല്ലെങ്കിൽ ക്യാംഫർ. നിങ്ങളൊരു കർപ്പൂരം എടുത്തൊരു ടേബിളിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് രാവിലെ വെച്ചിട്ട് രാത്രി വേണ്ട ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ആ കർപ്പൂരത്തിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെ കാണാൻ പോലും പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ അതൊരിക്കലും ലിക്വിഡായിട്ട് ഒഴുകിപ്പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പകരം എന്ത് പറ്റും, ഈ പറയുന്ന സോളിഡായിട്ടുള്ള ക്യാംഫർ നേരെ ഡയറക്റ്റായിട്ട് എന്തായിട്ട് മാറും, ഗ്യാസ് ആയിട്ട് മാറും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡായ സബ്സ്റ്റൻസ് ഡയറക്റ്റായി ഗ്യാസായി മാറുന്നു. സോളിഡായ സബ്സ്റ്റൻസ് ഡയറക്റ്റായി ഗ്യാസായി മാറുന്നു. പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് എന്താ, സബ്ലിമേഷൻ. ഇതിൻ്റെ ഉദാഹരണം വളരെയധികം ചോദിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് വാട്ട് ഈസ് സബ്ലിമേഷൻ എന്ന് ചോദിക്കത്തില്ല. ഈ പറയുന്ന ക്യാംഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കർപ്പൂരം. അല്ലെങ്കിൽ ഈ പറയുന്ന നാഫ്തലീൻ, എന്താണ്, നാഫ്തലീൻ ടാബ്ലറ്റ്, അതായത് പാറ്റ ഗുളിക. എന്തുവാണ് നമ്മുടെ നാട്ടിൽ പാറ്റ ഗുളിക എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പാറ്റ ഗുളികയിൽ നടക്കുന്നത് എന്തെന്ന് ചോദിക്കും, അത് സബ്ലിമേഷൻ. സെറ്റാണ്. 3 പോയിന്റ് നമ്മൾ പഠിച്ചു. സോളിഡായ വസ്തുക്കളെ നമ്മൾ ചൂടാക്കുന്നു, എന്ത് സംഭവിക്കുന്നു, പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരം കൂടുന്നു അല്ലേ. പാർട്ടിക്കിൾസ് കൂടുതൽ മാറിപ്പോയി അല്ലേ. പാർട്ടിക്കിൾസിൻ്റെ വേഗത കൂടുന്നു, അവർ തമ്മിലുള്ള ദൂരം കൂടുന്നു. അങ്ങനെ ദൂരം കൂടുമ്പോൾ അവരുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. സോളിഡായ സ്റ്റേറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ലിക്വിഡ് ആകുന്നു, ലിക്വിഡായ സ്റ്റേറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് എന്തായിട്ട് മാറുന്നു, ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇതിനാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സംഭവം നടക്കും. എന്ത് സംഭവം നടക്കും, ഹീറ്റ് അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യും. ചൂട് അങ്ങോട്ട് കൊടുക്കുന്നതിനാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് എനർജി ഇൻക്രീസ് ചെയ്ത് ഡിസ്റ്റൻസ് കൂട്ടുന്നു. ഉദാഹരണം സോളിഡ് ലിക്വിഡ് ആകുന്നു. നേരെ മറിച്ച് വെള്ളത്തെ നമ്മൾ തണുപ്പിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, എനർജി എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങോട്ട് എടുക്കുകയാണ് അല്ലേ. എനർജി അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്, ചൂട് പുറത്തേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഫ്രിഡ്ജ് നമ്മൾ കറണ്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടി വരുന്നത്. നാച്ചുറൽ നടക്കുന്ന പ്രോസസ്സ് അല്ലല്ലോ തണുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എനർജി കൊടുത്ത് തണുപ്പിക്കുന്നു. ഗ്യാസ് എന്തായിട്ട് മാറും, ലിക്വിഡായിട്ട് മാറും. ഇത് നോർമൽ ടെമ്പറേച്ചറിൽ നടക്കും. നമ്മളൊരു പാത്രം വെള്ളം എടുത്ത് തിളപ്പിക്കുന്നു, ചൂടാക്കുന്നു, ഒരു അടപ്പ് വെച്ച് അടച്ചു വയ്ക്കുന്നു. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ അടപ്പിൻ്റെ മുകളിലായിട്ട് വെള്ളത്തുള്ളികൾ കാണാൻ പറ്റും. എന്താണ്, കണ്ടൻസ് ചെയ്ത് വരുന്നതാണ്. സോ അത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ചിൽ 2 കാര്യം നടക്കും. ഒന്നുകിൽ ചൂട് വലിച്ചെടുത്ത് സോളിഡ് ലിക്വിഡും ലിക്വിഡ് ഗ്യാസുമാകും, അല്ലെങ്കിൽ ചൂട് പുറത്തേക്ക് കൊടുത്ത് ഗ്യാസ് ലിക്വിഡും ലിക്വിഡ് സോളിഡും ആകും. ഇനി ഒറ്റയടിക്ക് സോളിഡ് ലിക്വിഡ് ആകുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് സബ്ലിമേഷൻ എന്നാണ്. ഉദാഹരണമാണ് ക്യാംഫറും അതുപോലെ തന്നെ നാഫ്തലീനും. പ്രോസസ്സിൻ്റെ പേരാണ് സബ്ലിമേഷൻ. ഡയറക്റ്റായി എന്തായിട്ട് മാറുന്നു, സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു, ലിക്വിഡ് ആകാൻ മെനക്കെടുന്നില്ല. ഇതിൻ്റെ പേരാണ് സബ്ലിമേഷൻ. തീർന്നു. അപ്പോൾ ഈ പ്രോസസ്സ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, ഒരു ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ്. ഓക്കെ, ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ
നിങ്ങൾ പറയണം അതെന്താണ്, അത് ഫിസിക്കൽ ചേഞ്ചാണ്. കാരണം എന്താണ്, ഇവരുടെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ മാറ്റമൊന്നും വരത്തില്ല, നമുക്കത് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഫിസിക്കലായിട്ടുള്ള കാര്യത്തിൽ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, മാറ്റം വരുന്നു. അപ്പോൾ അതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, വെൻ സോളിഡ് ഈസ് ഹീറ്റഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് പാർട്ടിക്കിൾസ് ആൻഡ് ദെയർ എനർജി ഇൻക്രീസസ് ചേഞ്ചസ് ടു ലിക്വിഡ്. ലിക്വിഡിനെ ചൂടാക്കുമ്പോൾ അബ്സോർബ് ചെയ്യുന്നു, ഗ്യാസ് ആയിട്ട് മാറുന്നു. ഗ്യാസിനെ തണുപ്പിക്കുമ്പോൾ അത് ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് ലിക്വിഡ് ആകുന്നു, തിരിച്ച് തണുപ്പിക്കുമ്പോൾ സോളിഡ് ആയിട്ട് മാറുന്നു. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഊർജ്ജം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. സോളിഡ് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ലിക്വിഡ് ആകും, ലിക്വിഡ് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഗ്യാസ് ആവും, ഗ്യാസ് ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് ലിക്വിഡ് ആവും, ലിക്വിഡ് ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് സോളിഡ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കുന്ന കാര്യം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ഫിസിക്കൽ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്ത് മാറുന്നതിന് വിളിക്കുന്ന പേര് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. സെറ്റ്. ഇനി ഫിസിക്കൽ ചേഞ്ചിനെ പറ്റി അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായൊരു ഐഡിയ കിട്ടി. നമുക്കിനി നോക്കാനുള്ളത് എന്താണ്, കെമിക്കൽ ചേഞ്ചിനെ പറ്റിയാണ്. ഏത് ചേഞ്ചാണോ നടക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് പുതിയ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ പുതിയ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അത്തരം ചേഞ്ചുകളാണ് കെമിക്കൽ ചേഞ്ച്. അവിടെ പങ്കെടുക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് റിയാക്റ്റൻ്റ് എന്നാണ്. എന്താണ്, റിയാക്റ്റൻ്റ് ആണ് പറയുന്നത്. അതായത് ഒന്നിലധികമോ ആൾക്കാർ ചേരും, നമുക്കതിന് എന്ത് വിളിക്കാം, റിയാക്റ്റൻ്റുകൾ പരസ്പരം ചേരുന്നു, റിയാക്ട് ചെയ്യുന്നു, എന്തായിട്ട് മാറുന്നു, പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാകുന്നു, അതിൻ്റെ പേരാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത്തരം മാറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കെമിക്കൽ. എന്താണ്, കെമിക്കൽ മാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു ഗ്ലിസറിനുമായിട്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു വയലറ്റ് നിറത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിൽ കാണപ്പെടുന്ന ഒരു സാധനമാണ്. അതിനൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് നിങ്ങൾ അതിലേക്ക് ഗ്ലിസറിൻ എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ നിറം മങ്ങുന്നതും കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു നിറം, ഒരു ബ്രൗൺ ബ്ലാക്ക് നിറമായിട്ട് മാറുന്നതും കാണാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റി, ഗ്ലിസറിനും പൊട്ടാസ്യം പെർമാംഗനേറ്റ് പരസ്പരം റിയാക്ട് ചെയ്തു, പുതിയ ഒരു നിറത്തിലുള്ളൊരു കോമ്പൗണ്ട് ഫോം ചെയ്തു. എന്ത് ചെയ്തു, ഫോം ചെയ്തു. അപ്പോൾ നിങ്ങളൊരു ബീക്കറിൽ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് മാത്രവും ഈ കിട്ടിയ പ്രോഡക്റ്റ് ഉണ്ടല്ലോ അത് എടുത്ത് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ കളർ എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കളർ എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പുതിയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അത്തരം റിയാക്ഷനുകളെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സബ്സ്റ്റൻസ് ആണോ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അവരെ നമ്മൾ റിയാക്റ്റൻ്റ് എന്ന് വിളിക്കുന്നു, ഉണ്ടാകുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പ്രോഡക്റ്റ് എന്നും വിളിക്കുന്നു. ഇത്തരം മാറ്റങ്ങളെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. പുതിയ ഒരു ഉൽപ്പന്നം അവിടെ ഉണ്ടാകുന്നു. ഉദാഹരണം കണ്ടോ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഗ്ലിസറിനുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. എന്താ സംഭവിക്കുന്നത്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽ നമ്മൾ വെച്ചിട്ട് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ സ്വന്തമായി ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. പുറത്തുനിന്ന് നമ്മൾ എനർജിയുടെ കാര്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, സ്വന്തമായി നടക്കുന്നു. ഈ ഗ്ലാസ് ക്രിസ്റ്റൽ, ഓക്കെ, ഈ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ആദ്യം പർപ്പിൾ കളറിലായിരിക്കും, പിന്നീട് എന്ത് പറ്റും, അതിൻ്റെ നിറം മാറും, ഫെയ്ഡ് ആകും, പിന്നെ എന്ത് പറ്റും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡിസപ്പിയർ ആകും ആ നിറം. ഓക്കെ, ഒരു ബ്ലാക്കിഷ് റെസിഡ്യൂ ആണ് ഫോം ചെയ്യുന്നത്. ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, ഇതാണ് കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പോൾ കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ പ്രത്യേകത, അവിടെ രണ്ട് കാര്യങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഐസ് മെൽറ്റ് ചെയ്തപ്പോൾ വെള്ളമാണ് കിട്ടിയത്, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി H2O അതിൽ മാറ്റമൊന്നും വന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എന്ത് പറ്റും, ഒരു പുതിയ പ്രോഡക്റ്റ് ഫോം ചെയ്യും. അങ്ങനെ പുതിയ പ്രോഡക്റ്റ് ഫോം ചെയ്താൽ അത് കെമിക്കൽ ചേഞ്ച്. ഫോം ചെയ്യുന്നില്ല എങ്കിൽ അത് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നു. പങ്കെടുക്കുന്ന ആളെ വിളിക്കുന്ന പേര് റിയാക്റ്റൻ്റ്, അതായത് സബ്സ്റ്റൻസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ. ഉണ്ടാകുന്ന ആളെ വിളിക്കുന്ന പ്രോഡക്റ്റ്, ദ ന്യൂ സബ്സ്റ്റൻസ് ദാറ്റ് ഇസ് ഫോംഡ് ഈസ് കോൾഡ് പ്രോഡക്റ്റ്. കെമിക്കൽ റിയാക്ഷൻസ് ഒരുപാട് തരത്തിലുണ്ട്. എത്ര തരത്തിലുണ്ട്, ഒരുപാട് തരത്തിലുണ്ട്. നമുക്ക് ഇനി ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് തെർമോ കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റി പഠിക്കണം, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റി പഠിക്കണം, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റി പഠിക്കണം. ഇത് മൂന്നും പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ മനോഹരമായ ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ നമ്മൾ നല്ല ആദ്യം പഠിക്കാൻ പോകുന്നതാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ നമുക്ക് തെർമോ കെമിക്കൽ റിയാക്ഷനിലോട്ട് പോകാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തെർമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും, അത് ഹീറ്റുമായി ബന്ധപ്പെട്ടതാണല്ലേ. തെർമോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ ചൂടല്ലേ അളക്കുന്നത്. അപ്പോൾ തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഹീറ്റ് കാരണം ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് ഓർത്ത് വയ്ക്കുക. ഒരു സബ്സ്റ്റൻസിൽ ഹീറ്റ് കൊടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഹീറ്റ് പുറത്തോട്ട് വരുന്നതിലൂടെയോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കാം, പക്ഷെ ആരുണ്ട്, ഹീറ്റ് അവിടെ ഉണ്ട്, ചൂടുണ്ട്, താപമുണ്ട്, അല്ലെങ്കിൽ ഹീറ്റ് ഉണ്ട്. അപ്പോൾ ഹീറ്റിനെയാണ് ആ തെർമോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹീറ്റ് കൊണ്ടുണ്ടാകുന്ന റിയാക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്, തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഗ്നീഷ്യം എടുത്തൊരു ടെസ്റ്റ് ട്യൂബിൽ വെച്ചിട്ട് അതിലേക്ക് ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. മെഗ്നീഷ്യം എന്ന് വെച്ചാൽ Mg ആണ്,
അതിലേക്ക് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് മെഗ്നീഷ്യം ക്ലോറൈഡ് കിട്ടും, MgCl2 കിട്ടും, പ്ലസ് എന്ത് കിട്ടും, ഹൈഡ്രോജൻ ഗ്യാസും കിട്ടും. ഇങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻസ് എഴുതുന്നത്. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട, നിങ്ങൾ ഈ റിയാക്ഷൻ ഒന്നും എഴുതാൻ പഠിക്കണം. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഇത് ബാലൻസ്ഡ് റിയാക്ഷനോ അല്ല, ഞാൻ മനസ്സിലാവാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾ ഈ തന്നേക്കുന്ന കാര്യം ഞാനൊന്ന് സിമ്പിളായിട്ട് എഴുതി. മെഗ്നീഷ്യത്തിന് Mg എന്ന് വിളിക്കും. Mg ശ്രീകുമാർ അല്ല, Mg അറ്റോമിക് നമ്മുടെ പീരിയോഡിക് ടേബിൾ എലമെൻറ്റിൻ്റെ ഷോർട്ട് ഫോമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് HCl. റിയാക്ട് ചെയ്യുമ്പോൾ ഈ Mgയും Clയും കൂടെ ചേർന്ന് MgCl ഫോം ചെയ്യും. ഓക്കെ, അടുത്ത് ഈ പറയുന്ന H മാത്രമല്ല ഇവിടെ ബാക്കിയുള്ളൂ, അവൻ എന്ത് ചെയ്യും, ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടെസ്റ്റ് ട്യൂബിനകത്ത് ഇതാണ് ടെസ്റ്റ് ട്യൂബ്. മെഗ്നീഷ്യം ക്രിസ്റ്റൽസ് ഇട്ടിട്ട് അതോട്ട് ആഡ് ചെയ്ത് കൊടുക്കും, HCl ആഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഹൈഡ്രോജൻ ഗ്യാസിൻ്റെ സൈഡിൽ ഞാൻ ആരോ മാർക്ക് ഇട്ടേക്കുന്ന കണ്ടോ, അത് ഗ്യാസ് അല്ലേ. അപ്പോൾ ഇത് ബബിൾസ് ആയിട്ട് ഈ ഗ്യാസ് എന്ത് ചെയ്യും, ഇങ്ങനെ പുറത്തോട്ട് പോകും. അപ്പോൾ വന്ന ഗ്യാസ് നമുക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക്, ഒരു തീപ്പെട്ടി തിരി ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പതുക്കെ കത്തിക്കൊണ്ടിരിക്കുന്ന തിരിയായിരിക്കും, കൊണ്ട് ഇതിൻ്റെ മൗത്തിലേക്ക് കാണിക്കുമ്പോൾ ഈ ഹൈഡ്രോജൻ കത്താൻ സഹായിക്കും. ഈ ഹൈഡ്രോജൻ എന്ത് ചെയ്യും, കാരണം ഇതൊരു പോപ്പ് സൗണ്ട്, ഒരു പെട്ടെന്ന് ഒരു പോപ്പ് സൗണ്ട് കേൾക്കും, ഒരു പൊട്ടുന്ന പോലെ ഒരു പോപ്പ് സൗണ്ട് എന്ത് ചെയ്യും, കേൾക്കും. ഈ സൗണ്ട് കേൾക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഉണ്ടായ ഗ്യാസ് എന്ന് പറയുന്നത് എന്തുവാണ്, ഹൈഡ്രോജനാണ്. എന്തുവാണ്, ഹൈഡ്രോജനാണ്. നമുക്ക് അവിടെയല്ല ശ്രദ്ധ കൊടുക്കേണ്ടത്. നമ്മൾ ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബിൽ ഒന്ന് തൊട്ട് നോക്കുക. ഈ ടെസ്റ്റ് ട്യൂബിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും, അവിടെ ചൂട് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും. എന്ത് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും, ചൂട് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് നടക്കുന്നു, ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രോജനും ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഹീറ്റ് എനർജി കൂടെ ഉണ്ടാകുന്നു എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ചൂടാകുന്നു. സോ വെൻ മെഗ്നീഷ്യം റിയാക്ട് വിത്ത് ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോജൻ ഗ്യാസ് ഈസ് ഫോംഡ്. നമ്മൾ ബോട്ടം ടച്ച് ചെയ്യുന്ന സമയത്ത്, ടച്ച് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, വാട്ട് യു വിൽ ഫീൽ, നമുക്ക് അവിടെ ഹീറ്റ് ഫീൽ ചെയ്യും, അവിടെ ഹീറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കെമിക്കൽ റിയാക്ഷനിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു, ചൂട് പ്രൊഡ്യൂസ് ചെയ്തു. റിയാക്ഷൻ ഓക്കെ, വാട്ട് ആർ ദ റിയാക്റ്റൻ്റ് ഓഫ് ദ റിയാക്ഷൻ, റിയാക്റ്റൻ്റ് ആരൊക്കെയാണ്, മെഗ്നീഷ്യവും അതുപോലെ തന്നെ HCl ആണ് റിയാക്റ്റൻ്റ്. പ്രോഡക്റ്റ് എന്താണ്, മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രോജൻ ഗ്യാസും പിന്നെ ഹീറ്റുമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന റിയാക്ഷനുകളിൽ ഹീറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ഹീറ്റ് ഉണ്ടാകുന്ന റിയാക്ഷനുകളുണ്ട്. ആ ഹീറ്റ് ഉണ്ടാകുന്ന റിയാക്ഷനുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻ. എന്ത് റിയാക്ഷൻ, എക്സോതെർമിക് റിയാക്ഷൻ. സോ വെൻ മെഗ്നീഷ്യം റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക്, മെഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രോജൻ ഗ്യാസ് ഇസ് ഫോംഡ്. ഈ റിയാക്ഷനിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു. ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേര് എക്സോതെർമിക് റിയാക്ഷൻ. എന്തുവാണ്, എക്സോതെർമിക് റിയാക്ഷൻ. എക്സോ എന്ന് വെച്ചാൽ പുറത്തോട്ട് ഹീറ്റ് കൊടുക്കുന്ന റിയാക്ഷനുകൾ എന്നർത്ഥം. മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കണ്ടോ. ഇഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ, സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് എക്സോതെർമിക് റിയാക്ഷൻ. നമ്മളൊരു എക്സാമ്പിൾ മറ്റൊന്ന് പറയുകയാണ്. നോക്കിയേ, നമ്മൾ ഈ പറയുന്ന ക്യുക്ക് ലൈം എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, കാൽഷ്യം ഓക്സൈഡ് ആണ്, CaO എന്നാണ് നമ്മൾ എഴുതുന്നത്. അതൊന്നും വേണ്ട. വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, എക്സോതെർമിക് റിയാക്ഷൻ കിട്ടും. നിങ്ങളുടെ വീട്ടിലെ സോപ്പ് പൊടി ഉണ്ടല്ലോ, ഈ സോപ്പ് പൊടി ഒരു അല്പം കയ്യിലെടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിലോട്ടൊന്ന് വെച്ച് മുക്കി നോക്കിയേ. എന്നിട്ട് പതുക്കെ കൈ തുറന്ന് അതിനെ നനയ്ക്കണം. കയ്യിൽ എന്ത് ഫീൽ ചെയ്യും, ഒരു ചൂട് ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യുന്ന ചൂട് ഈ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന ചൂടാണ്. അത്തരം റിയാക്ഷനുകൾ നമ്മൾ വിളിക്കുന്ന പേര് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കും. കണ്ടോ, കാൽഷ്യം ക്യുക്ക് ലൈം എന്ന് വെച്ചാൽ കാൽഷ്യം ഓക്സൈഡ് ആണ്. കാൽഷ്യവും ഓക്സൈഡും CaO പ്ലസ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ H2O റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് CaOH ട്വൈസ് കിട്ടും. കേട്ട് പേടിക്കുകയൊന്നും വേണ്ട, അതിൻ്റെ പേര് സ്ലേക്കഡ് ലൈം എന്നാണ്. പ്ലസ് നമുക്ക് എന്ത് കിട്ടും, ഹീറ്റ് കിട്ടും. എന്ത് കിട്ടും, സ്ലേക്കഡ് ലൈം അഥവാ നമുക്ക് വേണ്ട ഇത്രയും അറിഞ്ഞാൽ മതി, കിട്ടും. ഓക്കെ, ഇത്തരം റിയാക്ഷനുകൾ വിളിക്കുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻ. ഇഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, സച്ച് റിയാക്ഷൻസ് ആർ നോൺ ആസ് എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ഉണ്ടെങ്കിൽ മറ്റൊരു റിയാക്ഷൻ കൂടെ ഉണ്ടാവേണ്ടത് അതിനെതിരായിട്ട് ഉണ്ട്. അവൻ്റെ പേരാണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, എൻഡോതെർമിക് റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിനെ നമ്മൾ ചൂടാക്കുന്നു. ആദ്യം നമ്മൾ ചൂടാക്കിയിട്ടില്ല, ഇവിടെ നമ്മൾ ചൂടാക്കുന്നു. അതിൻ്റെ നിറം എന്ത് ചെയ്യും, മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ എന്ത് പറ്റും, നമ്മൾ അതിലേക്ക് ഒരു മാച്ച് സ്റ്റിക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റിക്കിന് ഒരു ചെറിയ മാറ്റം സംഭവിക്കും. അത് ഒന്നുകൂടി ആളിക്കത്തും. അതെന്ത് ചെയ്യും, ആളിക്കത്തും. ഓക്കെ, കാരണം ആളിക്കത്തുന്ന എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഗ്യാസ് കത്താൻ സഹായിക്കുന്ന വാതകമാണല്ലോ ഓക്സിജൻ. മറ്റിടത്ത് പോപ്പ് സൗണ്ട് ആകട്ടെ, പോപ്പ് എന്ന സൗണ്ട് കേൾക്കും, ഇവിടെ കത്തും, ആളിക്കത്തും. അപ്പോൾ എന്ത് പറ്റും, ഓക്സിജൻ ഗ്യാസ് ഉണ്ടായി എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റ് ട്യൂബിനകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ചൂടാക്കുമ്പോൾ അതിൽ നിന്നും ഓക്സിജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു. എന്ത് ഗ്യാസോ ലിബറേറ്റ് ചെയ്തോട്ടെ, നമ്മൾ നോക്കേണ്ട കാര്യം ഇവിടെ ചൂട് അകത്തേക്ക് എടുക്കുകയാണ് ചെയ്തത്. ഇതേപോലെ നമ്മൾ എന്ത് പറ്റി, പൊട്ടാസ്യവും പെർമാംഗനേറ്റും അതിനകത്ത് ഗ്ലിസറിനും ആഡ് ചെയ്തപ്പോൾ നമ്മൾ ചൂടൊന്നും കൊടുത്തില്ല, പക്ഷെ നമുക്ക് എന്ത് കിട്ടി,
ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തോട്ട് ചൂട് കിട്ടി, അതിനെ നമ്മൾ എക്സോതെർമിക് എന്ന് വിളിച്ചെങ്കിൽ ഇവിടെ നമ്മൾ അകത്തോട്ടാണ് ചൂട് കൊടുത്തത്, അതിന് നമ്മൾ എന്ത് വിളിക്കും? എൻഡോതെർമിക് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കും. മറ്റൊരു ഉദാഹരണമാണ് അമോണിയം ക്ലോറൈഡ് നമ്മൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബാരിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തിട്ട് നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. എന്ത് ഫീൽ ചെയ്യും? തണുപ്പ് ഫീൽ ചെയ്യും. എന്ത് ഫീൽ ചെയ്യും? തണുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അതും എന്തിന് എക്സാമ്പിളാണ്? ഒരു എൻഡോതെർമിക് റിയാക്ഷൻ എക്സാമ്പിളാണ്. കെമിസ്ട്രിയിൽ ഉദാഹരണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എക്സാമ്പിൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ ഏത് റിയാക്ഷനാണോ നടക്കുന്നത് അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത്തരം റിയാക്ഷനുകൾ വിളിക്കുന്ന പേരാണ് എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പോൾ നോക്കിയേ, എക്സാമ്പിളാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ചൂടാക്കുന്നതിനാണ് ഡീകമ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് പറ്റും? പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്യുന്നു, ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് കൊണ്ടുപോഴത്തേക്ക് എന്ത് പറ്റും? അത് ഫ്ലയേഴ്സ് അപ്പ്, അത് കുറച്ചുകൂടി നന്നായി കത്തുന്നു, കാരണം അവിടെ ഓക്സിജൻ ഗ്യാസ് ഉണ്ടാകുന്നു. ഇവിടെ റിയാക്ഷനിൽ ഹീറ്റ് നമ്മൾ അബ്സോർവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ റിയാക്ഷൻ എന്ത് വിളിക്കും? എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? എൻഡോതെർമിക് റിയാക്ഷൻ. അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം സോൾട്ട്, മാഗ്നീഷ്യം ഡയോക്സൈഡ്, ഓക്സിജനും ഉണ്ടാവും. പേടിക്കേണ്ട, ഇതൊന്നും പഠിച്ചു വെക്കണ്ടെങ്കിൽ അറിഞ്ഞു വെച്ചാൽ മതിയാവും. മറ്റൊരു എക്സാമ്പിളാണ് എന്താ? അമോണിയം ക്ലോറൈഡും ബാരിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അപ്പോഴും എന്ത് സംഭവിക്കും? നമുക്ക് ഒരു തണുപ്പ് ഫീൽ ചെയ്യും. റിയാക്ഷൻ ഒന്നും നമ്മൾ പഠിക്കേണ്ട, തണുപ്പ് ഫീൽ ചെയ്യും. സോ വിച്ച് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പോൾ റിയാക്ഷൻസ് രണ്ട് തരം, എക്സോതെർമിക്കും എൻഡോതെർമിക്കും. അപ്പോൾ നോക്കടാ, തെർമൽ അല്ലെങ്കിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നതിനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? രണ്ടായി തിരിക്കാം. ആദ്യം പഠിച്ചത് എക്സോതെർമിക് റിയാക്ഷനും പിന്നീട് പഠിച്ചത് എൻഡോതെർമിക് റിയാക്ഷനും. ഏത് റിയാക്ഷനിലാണോ ഹീറ്റ് എന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്നത്, എക്സിറ്റ് ആകുന്നത്, അത് എക്സോതെർമിക് റിയാക്ഷൻ. ഏത് റിയാക്ഷനിലാണോ ഹീറ്റ് അകത്തേക്ക് കൊടുക്കുന്നത് അത് എൻഡോതെർമിക് റിയാക്ഷൻ. നമ്മൾ എൻ്റെ എന്ന് പറയുമ്പോൾ കൈ ഇങ്ങോട്ടല്ലേ വരുന്നത്, അല്ലെ? എൻ്റെത് എന്ന് പറയുമ്പോൾ അകത്തോട്ട്. അപ്പോൾ അകത്തോട്ട് വന്നാൽ അത് എൻഡോതെർമിക്, എക്സിറ്റ് ആയി പോയാൽ പുറത്തോട്ട് പോയാൽ അത് എക്സോതെർമിക്. അത് വെച്ച് ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾസ് ആണ് പറയുന്നത്, നോക്കാം. എന്താണ് ഒരു എക്സോതെർമിക് റിയാക്ഷൻ? ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷനുകളാണ്. 3 എക്സാമ്പിൾ പഠിച്ചു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ടേബിൾ കാണാതെ പഠിച്ചു വെച്ചോ, വേണം. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. ക്യുക്ക് ലൈമും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. എല്ലായിടത്തും ടെസ്റ്റ് ട്യൂബിൽ ചൂടുണ്ടാകും. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് അബ്സോർവ് ചെയ്യുന്ന റിയാക്ഷൻ എന്നാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ഡീകമ്പോസിഷൻ എന്ന് വെച്ചാൽ ചൂടാക്കുമ്പോൾ, അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡും ബാരിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും, വിച്ച് ഇസ് എൻ എൻഡോതെർമിക് റിയാക്ഷൻ. ഇപ്പോൾ എക്സോതെർമിക്കും എൻഡോതെർമിക്കും ആയി. അപ്പോൾ എന്താ ഇപ്പോൾ തെർമോകെമിക്കൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ? ദ റിയാക്ഷൻസ് ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ് ആർ നോൺ ആസ് തെർമോകെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഏത് റിയാക്ഷനിലാണോ ഹീറ്റ് ലിബറേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നത് അത്തരം റിയാക്ഷനുകളെയാണ് നമ്മൾ തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കും. ഇതാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഹീറ്റുമായി ബന്ധപ്പെട്ട റിയാക്ഷൻസ് എക്സോതെർമിക്കും എൻഡോതെർമിക്കും ഒക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ നോട്ട് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക? ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ചാപ്റ്റർ തീർന്ന ഉടനെ തന്നെ എന്ത് ചെയ്യും? ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്യും. അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. രണ്ടിടത്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മക്കളെ പറഞ്ഞടാ, എന്താണ് ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? എടാ, ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു ക്യാമറയും അതിൽ നിന്ന് വരുന്ന ഫ്ലാഷും അല്ലേ? അപ്പോൾ ഈ ഫ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്നത് ലൈറ്റ് അല്ലേ? അപ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷനുകൾ എന്ന് വെച്ചാൽ അവിടെ ലൈറ്റ് എനർജി either അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് അതിനെ ലിബറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഫോം മാറ്റുകയോ ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷനുകളെ പറ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ എന്ത് പറയുന്നത്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടതാണ് എന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കണം. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ സിൽവർ നൈട്രേറ്റ് ഉണ്ട്, ഓക്കെ, AgNO3 എന്ന് പറയും. സോഡിയം ക്ലോറൈഡ് ഉണ്ട്, NaCl. രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു വാച്ച് ഗ്ലാസ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു കണ്ണാടി ഗ്ലാസ്സിൽ എടുക്കുക. എന്നിട്ട് 2 കോട്ടൺ എടുക്കുക. എന്നിട്ട് രണ്ടിലും ഈ പറയുന്ന സൊല്യൂഷനെ ഡിപ്പ് ചെയ്തിട്ട് ഒരു കോട്ടണെ അറ്റ്മോസ്ഫിയറിൽ പ്രകാശം കിട്ടുന്ന രീതിയിൽ തുറന്നു വയ്ക്കുക, മറ്റൊന്നിനെ ഒരു കറുത്ത നിറമുള്ള പേപ്പർ കൊണ്ട് അടച്ചു വയ്ക്കുക. വിച്ച് മീൻസ് അവിടേക്ക് പ്രകാശം എത്താൻ പാടില്ല. അല്പസമയം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന കോട്ടണിൻ്റെ നിറം എന്ന് പറയുന്നത് ചെറിയൊരു കറുപ്പിൻ്റെ അടുപ്പിച്ച് ഒരു ബ്ലാക്കിഷ് നിറമായിട്ട് മാറുന്ന കാണാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ
ഈ പറയുന്ന സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യും. സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യും. AgCl2 സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യും. ഈ സിൽവർ ക്ലോറൈഡ് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? സിൽവർ ഫോം ചെയ്യും. ഇത് കാരണമാണ് ഒരു ബ്ലാക്കനിങ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബ്ലാക്കനിങ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. അപ്പം നമ്മളിവിടെ എന്താ പഠിക്കേണ്ടേ? പ്രകാശം എന്ന് പറയുന്ന ഒരു എനർജി ഇവിടെ വന്നതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. അപ്പോൾ പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരു റിയാക്ഷൻ അല്ലേ ഇത്? അപ്പോൾ അത്രയെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ്റെ ഒന്നാമത്തെ എക്സാമ്പിളാണ് സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നു? ഈ പറയുന്ന സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യും. ഈ സിൽവർ ക്ലോറൈഡ് റിയാക്ട് ചെയ്തിട്ട് സിൽവറും ക്ലോറിനുമായിട്ട് മാറും. ഈ സിൽവറിൻ്റെ പ്രസൻസ് കാരണമാണ് നമുക്കിവിടെ നടക്കുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ ഈ പറയുന്ന എന്താണ്? സിൽവർ ക്ലോറൈഡ് എന്ത് ചെയ്യുന്നു? ഡീകമ്പോസ് ചെയ്യുന്നു. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഡീകമ്പോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ AgNO3 എന്ന് പറയുന്ന സിൽവർ നൈട്രേറ്റും ആരുമായിട്ട്? സോഡിയം ക്ലോറൈഡുമായിട്ട് ആദ്യം റിയാക്ട് ചെയ്യുന്ന സമയത്ത് സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. ഈ സിൽവർ ക്ലോറൈഡ് വീണ്ടും ആരുടെ പ്രസൻസിൽ? പ്രകാശത്തിൻ്റെ പ്രസൻസിൽ സിൽവറും ക്ലോറിനുമായിട്ട് മാറുന്നു. ഈ റിയാക്ഷൻ നടക്കാൻ അപ്പോൾ ഇവിടെ ഉപയോഗിച്ച ഊർജ്ജം എന്ന് പറയുന്ന ലൈറ്റ് അല്ലേ? അപ്പോൾ പ്രകാശത്തിൻ്റെ പ്രസൻസിൽ ഇവിടെ ഡീകമ്പോസ് ചെയ്യുകയല്ലേ? അപ്പോൾ അതാണ് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുന്നു? ഇവിടെ ഏത് ഫോം ഓഫ് എനർജി കാരണമാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും പ്രകാശം എന്ന് പറയുന്ന എനർജി കൊണ്ടാണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ പ്രസൻസ് നടക്കുന്ന റിയാക്ഷനെ നമുക്ക് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞുകൂടെ? സോ വെയർ ലൈറ്റ് കോസസ് എ കെമിക്കൽ റിയാക്ഷൻ, പ്രകാശത്തിൻ്റെ ഫലത്താൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നു. അതൊരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഉദാഹരണമായിട്ട് പറയാം. മറ്റൊരു റിയാക്ഷനാണ് ഫോട്ടോസിന്തസിസ്. എന്താണ്? ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. അതായത് ഗ്രീൻ പ്ലാന്റ്സ്, ക്ലോറോഫില്ലിൻ്റെ ഇലകളുള്ള ഗ്രീൻ പ്ലാന്റ്സ് വാട്ടർ, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്ന എന്താണ്? കാർബൺ ഡയോക്സൈഡ്, സൂര്യനിൽ നിന്ന് കിട്ടുന്ന സൂര്യപ്രകാശത്തിൻ്റെ പ്രസൻസിൽ എന്ത് പറ്റും? ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസും അതിൻ്റെ ഫലമായി ബൈ പ്രോഡക്റ്റായിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ആണല്ലോ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ദെയർ ഫുഡ് അല്ലേ? ഗ്രീൻ പ്ലാന്റ്സ് അവർക്ക് ആവശ്യമായിട്ട് ഫുഡ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? കാർബൺ ഡയോക്സൈഡ്, അതുപോലെ വെള്ളം, ആരുടെ പ്രസൻസിൽ? സൺ ലൈറ്റിൻ്റെ പ്രസൻസിൽ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്ലൂക്കോസ് കിട്ടും. എന്ത് കിട്ടും? ഗ്ലൂക്കോസ് കിട്ടും. പിന്നെ ഓക്സിജനും കിട്ടും. ഇതാണ് ലിബറേറ്റ് ചെയ്യുന്ന ഓക്സിജൻ അല്ലേ? അങ്ങനെ ഈ ഗ്ലൂക്കോസ് കിട്ടും. ഈ കിട്ടുന്ന ഗ്ലൂക്കോസ് എന്താണ്? സ്റ്റാർച്ചിൻ്റെ രൂപത്തിലോട്ട് മാറുകയും അത് ചെടിയുടെ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റാർച്ചായിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പലപ്പോഴും ധാന്യങ്ങളായിട്ട് മറ്റു ഫോമിലൊക്കെ നമ്മൾ എടുത്തിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പേരാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇവിടെ എന്ത് നടന്നു? ഇവിടെയും ഉപയോഗിച്ചത് പ്രകാശം എന്ന് പറയുന്ന എനർജി അല്ലേ? ലൈറ്റ് എനർജി അല്ലേ? ഇവിടെ ലൈറ്റ് എനർജി എന്തായിട്ട് മാറി? മറ്റൊരു കെമിക്കലായി ഗ്ലൂക്കോസ് ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ലൈറ്റ് എനർജി എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് എനർജി എന്ന് പറയുന്നത് ഒരു കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്തു എന്ന് പറയാം. അവിടെയും ഉപയോഗിച്ച പ്രകാശമല്ലേ? അപ്പോൾ രണ്ടെണ്ണം, സിൽവർ നൈട്രേറ്റും അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടായി? സിൽവർ ക്ലോറൈഡ് ഉണ്ടായി. സിൽവർ ക്ലോറൈഡ് സൂര്യപ്രകാശത്തിൽ ഡീകമ്പോസ് ചെയ്തു, അവിടെയും പ്രകാശം ഉപയോഗിച്ചു. സൂര്യപ്രകാശത്തിൻ്റെ പ്രസൻസിൽ ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ സൂര്യപ്രകാശം ഉപയോഗിച്ചു. മറ്റൊരു ഉദാഹരണം നോക്കിയേ, ഇവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്, എന്താ? ലൈറ്റ് ഉൽപ്പാദിപ്പിക്കുക ചെയ്യുന്നത്. നിങ്ങൾ ഫയർ ഫ്ലൈസിനെ കണ്ടിട്ടുണ്ടാകുമല്ലോ, മിന്നാമിനിങ്. ഈ മിന്നാമിനിങ്ങിനകത്ത് ഒരു ലൂസിഫറിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. പേരെന്തുവാണ്? ലൂസിഫറിൻ. ഓക്കെ, ഇത് അൾട്രാവയലറ്റ് റേസ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ജന്തുക്കളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മിന്നാമിന്നിയിൽ എന്തുണ്ട്? ലൂസിഫർ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. ഇത് അൾട്രാ വയലറ്റ് കിരണങ്ങൾ അബ്സോർബ് ചെയ്യും. ഓക്കെ, അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന ഒരു എൻസൈമുണ്ട്, ലൂസിഫറൈസ് എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ സഹായത്താൽ അൾട്രാവയലറ്റ് കിരണങ്ങൾ അബ്സോർബ് ചെയ്യുകയും എന്ത് പറ്റും? ലൈറ്റ് എമിറ്റ് ചെയ്യുകയും ചെയ്യും. സോ എത്രത്തോളം ലൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ ശരീരത്തിൽ എൻ്റർ ചെയ്യുന്ന ഓക്സിജൻ്റെ അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും പറയുന്നുള്ളൂ. നോക്കിയേ, എങ്ങനെയാണ് ഫയർ ഫ്ലൈ പ്രകാശം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു മിന്നാമിനിങ് എങ്ങനെയാണ് പ്രകാശം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മിന്നാമിനിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു കെമിക്കലിൻ്റെ പേരെന്താ? ലൂസിഫറിൻ അബ്സോർബ് ദ അൾട്രാവയലറ്റ് റേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എൻസൈംസ് കോൾഡ് ലൂസിഫറൈസ്. ലൂസിഫറൈസ് എന്നൊരു എൻസൈമിൻ്റെ പ്രസൻസിൽ ലൂസിഫറിൻ എന്ന കെമിക്കൽ എന്ത് അബ്സോർബ് ചെയ്യും? അൾട്രാവയലറ്റ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ വിസിബിൾ ലൈറ്റ് ആക്കി മാറ്റും.
ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ബയോലൂമിനസെൻസ്. ബയോ എന്ന് വെച്ചാൽ ജീവജാലങ്ങളിൽ പ്രകാശമുണ്ടാകുന്നതിനെ വിളിക്കുന്ന പേര് ബയോലൂമിനസെൻസ്. Firefly can control the amount of oxygen entering the body and thereby regulating the intensity of the light produced. ലൈറ്റിൻ്റെ അളവ് ശരീരത്തിൽ കയറുന്ന ഓക്സിജൻ്റെ അളവിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഓക്സിജൻ്റെ അളവിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ലൈറ്റിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മിന്നാമിനിങ്ങിന് മാത്രമാണോ പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്? ചില മറൈൻ ഓർഗാനിസംസ് എന്ന് വെച്ചാൽ കടലിൽ കാണുന്ന ഓർഗാനിസങ്ങൾക്കും ബയോലൂമിനസൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ +1 +2 ബയോളജി സയൻസ് എടുത്ത് പോയാൽ ഇങ്ങനെയുള്ള ഈ പറയുന്ന ജീവജാലങ്ങളെ പറ്റിയിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ 3 ഉപയോഗിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച പ്രകാശം എന്ന് പറയുന്ന എനർജി അല്ലേ. അപ്പോൾ ദ റിയാക്ഷൻസ് ഇൻ വിച്ച് ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്, സിൽവർ നൈട്രേറ്റിൽ അബ്സോർബ് ചെയ്തു, ഫോട്ടോസിന്തസിസിൽ അബ്സോർബ് ചെയ്തു, ഓർ ലിബറേറ്റഡ്, ഈ പറയുന്ന ഫയർഫ്ലൈയുടെ കാര്യത്തിൽ ലിബറേറ്റ് ചെയ്തു. ഇത്തരം റിയാക്ഷനുകളെയാണ് നമ്മൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫോട്ടോ എന്ന് വെച്ചാൽ ലൈറ്റ്, കെമിക്കൽ എന്ന് വെച്ചാൽ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഏത് കെമിക്കൽ റിയാക്ഷനിലാണോ ഏതർ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യപ്പെടുകയോ അല്ല ലിബറേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നത്, അത്തരം റിയാക്ഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ കെമിക്കൽ. എന്താണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. സെറ്റല്ലേ? അപ്പോൾ നോക്കി, ഫോട്ടോസിന്തസിസിനകത്തുള്ള റിയാക്റ്റൻ്റ് ആരൊക്കെയാ? ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ലൈറ്റും കൂടി ചേർന്നിട്ടാണ് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നത്. എന്താ ഫോട്ടോസിന്തസിസ്? ദ പ്രോസസ് ബൈ വിച്ച് ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഫുഡ് യൂസിങ് സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇൻ ദ പ്രസൻസ് ഓഫ് എ പിഗ്മെന്റ് കോൾഡ് ക്ലോറോഫിൽ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യപ്പെടുന്നു, അത് കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ പറഞ്ഞ എന്താണ് ഈ പറയുന്ന ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആർ ദ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കേർഡ് ബൈ ദ അബ്സോർപ്ഷൻ ഓർ ദ ലിബറേഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, തെറ്റാണല്ലോ. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മുടെ ബയോലൂമിനസെൻസിന് മറ്റൊരു എക്സാമ്പിളാണ് ഫയർഫ്ലൈ എന്ന് പറയുന്നത്. ഫോട്ടോ കെമിക്കലിന് മറ്റൊരു എക്സാമ്പിളാണ് ഫയർഫ്ലൈ എന്ന് പറയുന്നത്. സിൽവർ നൈട്രേറ്റ് ഡീകമ്പോസിഷൻ പറഞ്ഞു. ഫയർഫ്ലൈയിൽ എന്താ സംഭവിക്കുന്നത്? ലൂസിഫറിൻ എന്നത് റിയാക്ട് ചെയ്യുന്നു ഓക്സിജനുമായിട്ട്. അപ്പോൾ അതാണ് ഓക്സിജൻ്റെ അളവ് അനുസരിച്ച് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മാറും എന്ന് പറയുന്നത്. പ്രസൻസ് ഓഫ് എൻ എൻസൈം കോൾഡ് ലൂസിഫറൈസ്, എന്നിട്ട് ലൈറ്റ് ഇമിറ്റ് ചെയ്യും. പ്രോസസ്സിൻ്റെ പേര് ബയോലൂമിനസെൻസ് എന്ന് പറയും. ഇനി ഒരു 2 ചോദ്യം. ചില മെഡിസിനുകൾ നിങ്ങൾ നോക്കിയാൽ കടകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ആശുപത്രികളിൽ ബ്രൗൺ നിറത്തിലുള്ള കണ്ണാടി കുപ്പികളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഉണ്ടല്ലോ. ചില മരുന്നുകൾ അല്ലെ, ചില ടോണിക്കുകൾ, കഫ് സിറപ്പുകളൊക്കെ ട്രാൻസ്പാരൻ്റ് അല്ല, അത് ബ്രൗൺ കളർ അല്ലെങ്കിൽ പ്രകാശം അധികം കടത്തി വിടാത്ത, എന്നാൽ മരുന്നിൻ്റെ അളവ് കാണത്തക്ക രീതിയിലുള്ള കുപ്പികളിലായിരിക്കും വച്ചേക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾക്കറിയാം പ്രകാശം എന്ന് പറയുന്നതിൻ്റെ ഫലത്താലും റിയാക്ഷൻ സംഭവിക്കും. എന്തുകൊണ്ടാണ്? ടു പ്രൊട്ടക്റ്റ് ദം ഫ്രം ലൈറ്റ് വിച്ച് ക്യാൻ കോസസ് കെമിക്കൽ റിയാക്ഷൻ. അതിന് എന്ത് ചെയ്യാനാണ്? ലൈറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. കാരണം ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് നടക്കാം? ചില കെമിക്കൽ റിയാക്ഷനുകൾ നടക്കാം. മറ്റൊന്ന് നോക്കി. സിൽവർ നൈട്രേറ്റ് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽസ്. വൈ? ചോദിക്കാം. സിൽവർ നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് പഠിച്ച ആദ്യ എക്സാമ്പിളാണ് അല്ലേ. സിൽവർ നൈട്രേറ്റും എന്ത് പറ്റും? പ്രകാശത്തിൻ്റെ അളവ് ഡീകമ്പോസ് ചെയ്യും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ട്രാൻസ്പാരൻറ്റ് ബോട്ടിലിൽ അത് വയ്ക്കാത്തത്. രണ്ടും നല്ല മനോഹരമായ ചോദ്യങ്ങൾ എക്സാമിന് വരും. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്താ? ഒന്ന്, സിൽവർ നൈട്രേറ്റിൻ്റെ കാര്യം നമ്മൾ പഠിച്ചു. ഫോട്ടോസിന്തസിസ് പഠിച്ചു. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബയോലൂമിനസെൻസിൽ ലൈറ്റ് എനർജി റിലീസ് ചെയ്യുന്നു. ബട്ട് എന്താണ് കിളിയുടെ പേരെന്തായിരുന്നു? മിന്നാമിനിങ് തിളങ്ങുന്നു. ഓക്കെ, രണ്ടും ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ്റെ എക്സാമ്പിൾ. തീർന്നു. അപ്പോൾ ഇതാണ് ഫോട്ടോ കെമിക്കലിൽ ഇപ്പോൾ പഠിച്ച പോയിന്റുകളൊന്ന് പറഞ്ഞ്. ഒന്ന്, ഇതിവിടെ ഉദാഹരണങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സിൽവർ നൈട്രേറ്റിൻ്റെ ഉദാഹരണം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സോഡിയം ക്ലോറൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡാണ്. അത് ലൈറ്റിൻ്റെ പ്രസൻസിൽ സോഡിയവും ക്ലോറിനുമായിട്ട് മാറുമ്പോഴാണ് കറുത്ത നിറം കാണുന്നത്. 2, ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പറഞ്ഞു? കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വെള്ളം. ഇത് ആരുടെ പ്രസൻസിൽ? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ക്ലോറോഫില്ലിൻ്റെ ഉള്ള ഇലകളിൽ ഫോം ചെയ്തിട്ട് ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറുന്നു. അവിടെയും പ്രകാശം അബ്സോർബ് ചെയ്യും.
മൂന്നാമത് നമ്മൾ പഠിച്ചതാണ് എന്ത്, മൃഗങ്ങളിൽ കാണുന്ന ബയോലൂമിനസെൻസ്. എന്താണ് ലൂസിഫറിൻ എന്ന് പറയുന്ന കെമിക്കൽ, ലൂസിഫറൈസ് എന്ന് പറയുന്ന എൻസൈമോ കൊണ്ട് അത് ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നു, UV അബ്സോർബ് ചെയ്ത് അതിനെന്തായിട്ട് മാറ്റും, വിസിബിൾ ലൈറ്റ് ആയിട്ട് മാറ്റും. അപ്പോൾ ഇവിടെ മാത്രം ലൈറ്റ് എന്താണ് പ്രൊഡ്യൂസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിടത്ത് ലൈറ്റിനെ അബ്സോർബ് ചെയ്തെങ്കിൽ ഒരിടത്ത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി പ്രൊഡ്യൂസ് ചെയ്താലും അബ്സോർബ് ചെയ്താലും റിയാക്ഷൻ്റെ പേരെന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും. അതെന്തായിരിക്കും, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ്റെ ഉദാഹരണത്തിൽ വരും. സെറ്റ് അല്ലേടാ? എങ്കിൽ നമുക്ക് അടുത്ത് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടതിലോട്ട് പോവാം. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ഫോട്ടോ കെമിക്കലിലെ ഫോട്ടോ ലൈറ്റ് ആണെങ്കിൽ ഇലക്ട്രോ കെമിക്കലിലെ ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ഇലക്ട്രിസിറ്റി ആയിരിക്കും. എന്തായിരിക്കും, അത് ഇലക്ട്രിസിറ്റി ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. നിങ്ങൾ ഈ കാണുന്നത് ഒരു ഡ്രൈ സെല്ലാണ്, അഥവാ ബാറ്ററി. നിങ്ങളുടെ TV, റിമോട്ട്, കളിപ്പാട്ടങ്ങൾ ഇതിനകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരം ബാറ്ററിയാണ്. പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ഇതാണോ? അല്ല. ഇലക്ട്രിക് വണ്ടികളിൽ ഉപയോഗിക്കുന്ന ഇതാണോ? അല്ല. ഇത് സാധാരണ നമ്മുടെ സെല്ല് എന്ന് പറയുന്ന സാധനം. അതൊരു കാർബൺ റോഡ് ഉണ്ടാവും. അതിൻ്റെ എൻഡ് പോസിറ്റീവ് ടെർമിനലാണ്, ഓപ്പോസിറ്റ് വശം നെഗറ്റീവ് ടെർമിനലാണ്. അവിടെ മെഗ്നീഷ്യം ഡയോക്സൈഡും കാർബൺ പൗഡറും കാണും. ഇവർക്കിടയിൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചേക്കും, ആവശ്യമുള്ളപ്പോൾ റിയാക്ട് ചെയ്യും. സിങ്ക് കണ്ടെയ്നറിലാണ് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുകൂടെ ഓർത്ത് വയ്ക്കുക. സംഭവിക്കുന്നത് എന്താണ്, ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഇവർക്കിടയിൽ എന്ത് നടക്കും, കെമിക്കൽ റിയാക്ഷൻ നടക്കും. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോണുകൾ പുറത്തേക്ക് വരും. അഥവാ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എന്ത്, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ കെമിക്കൽ റിയാക്ഷനിലൂടെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സോ ഇൻ എ ഡ്രൈ സെൽ കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഈ പറയുന്ന കാർബണും മെഗ്നീഷ്യം ഡയോക്സൈഡും കാർബൺ പൗഡറും ഒക്കെ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് പറ്റും, ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യും. ഈ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് സർക്യൂട്ടിലൂടെ ഒഴുകുമ്പോഴാണ് നമ്മളതിനെ എന്ത് വിളിക്കുന്നത്, വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ നോക്കിക്കോ, മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്താ എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ അഥവാ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഒരു ബീക്കർ എടുത്തിട്ട് അതിലേക്ക് ഫിനോഫ്താലിൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഇടും. ഈ ഫിനോഫ്താലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ, ഓക്കെ, ആസിഡിക്കും ബേസിക്കും എന്ന് വസ്തുക്കളെ രണ്ടായിട്ട് തിരിക്കാം. ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഫിനോഫ്താലിൻ. ഇത് ബേസിക് ആയിട്ടുള്ള സൊല്യൂഷനിൽ റിയാക്ട് ചെയ്താൽ എന്തായിട്ട് മാറും, പിങ്ക് നിറമായിട്ട് മാറും. നിങ്ങൾ ലിറ്റ്മസ് പേപ്പർ എന്ന് കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു സാധനം. എന്നിട്ട് നമ്മളതിൽ കോപ്പർ വയർ കൊടുത്തിട്ട് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽ ഓഫ് ദ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും. എന്ത് പറ്റും, ഈ സോഡിയം ക്ലോറൈഡ് ഉണ്ടല്ലോ റിയാക്ട് ചെയ്യും ഇലക്ട്രിസിറ്റിയുമായിട്ട്. എന്നിട്ട് എന്ത് ഫോം ചെയ്യും, NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും, സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, വെൻ സോഡിയം ക്ലോറൈഡ് അണ്ടർഗോ ഡിസോസിയേഷൻ, ആരുടെ പ്രസൻസിൽ, ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി സെല്ല് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു, ഡ്രൈ സെല്ല്. അവിടെ നിന്ന് എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയാണ്, ആ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യണം, ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണ് ഈ സൊല്യൂഷനിലൂടെ. അപ്പോൾ സൊല്യൂഷൻ ഡിസോസിയേറ്റ് ചെയ്യും. സൊല്യൂഷൻ എന്ത് പറ്റും, ഡിസോസിയേറ്റ് ചെയ്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ഇതാ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് എന്ത് പറ്റും, ഈ പറയുന്ന കോപ്പർ എൻഡുകളുടെ ഭാഗത്ത് പിങ്ക് നിറം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, സോഡിയം ഹൈഡ്രോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ഓക്കെ, എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, സോഡിയം ഹൈഡ്രോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ഇതാണ് സൊല്യൂഷൻ എന്തായിട്ട് മാറുന്നത്, പിങ്ക് നിറത്തിലേക്ക് മാറുന്നത്. ഓക്കെ, വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും, എടാ ഇവിടെ ചുമ്മാതെ ഈ പറയുന്ന ഉപ്പ് വെള്ളത്തിനകത്തേക്ക് നമ്മൾ 2 കോപ്പറിൻ്റെ റോഡ് കുത്തി നിർത്തി എന്ന് വെച്ച് നടക്കുമോ, ഇല്ല. അപ്പോൾ ഇത് നടക്കണമെങ്കിൽ ഇതുവഴി എന്ത് ഫ്ലോ ചെയ്യണം, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യണ്ടേ. അപ്പോൾ ഏത് എനർജി, ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സോ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. എങ്കിൽ ആ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്തായിരിക്കും, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനുകൾ എന്ന് ആയിരിക്കും. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനുകൾ എന്ന് ആയിരിക്കും. ഇവിടെ നോക്കിക്കോ, ഇലക്ട്രോളിസിസ് എന്നൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നോക്കിയത് പ്രോസസ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ അബ്സോർബിങ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കോൾഡ് ഇലക്ട്രോളിസിസ്. സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് നോക്കിക്കോ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ, അതിൽ നമ്മൾ ഡ്രൈ സെല്ല് പറയുകയാണ്. എന്താണ് ഡ്രൈ സെല്ല്? ഓക്കെ, ഡ്രൈ സെൽ ഈസ് എ ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ത്രൂ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിലൂടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. ടോർച്ച്, റിമോട്ട് കൺട്രോളിലൊക്കെ ഇത് ഉപയോഗിക്കുന്ന ഇതാണ്. അപ്പോൾ എന്താ പറ്റുന്നത്, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ ആണല്ലോ. ഇനി ഇലക്ട്രോളിസിസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇലക്ട്രോളിസിസ് മനസ്സിലാക്കാനാണ് നമ്മൾ സോഡിയം ക്ലോറൈഡിനകത്ത് കോപ്പർ ഇട്ടിട്ട് കറണ്ട് കൊടുത്തു, അതിനകത്ത് ഫിനോഫ്താലിനും കൂടെ ആഡ് ചെയ്തു, ബേസിക് ഉണ്ടാകുന്നു എന്നറിയാം. എന്ത് പറ്റും, പിങ്ക് നിറമായിട്ട് മാറും വയറിൻ്റെ ഭാഗത്ത്. എന്തുകൊണ്ടാണ്,
ഇവിടെ സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. അതാണ് ഫിനോഫ്താലിനെ പിങ്ക് നിറത്തിലേക്ക് മാറ്റുന്നത്. എന്തുകൊണ്ടാണ്? ഇലക്ട്രിക്കൽ എനർജി വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയിലൂടെ ഇവിടെ എന്ത് ചെയ്യാണ്? ഡിസോസിയേഷൻ നടക്കുകയാണ്. ഇത്തരം റിയാക്ഷനുകളെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ വെള്ളത്തിൻ്റെ ഇലക്ട്രോളിസിസ് കേട്ടിട്ടുണ്ടായിരിക്കും. വെള്ളം എന്ന് പറഞ്ഞാൽ H2, അതിലേക്ക് നമ്മൾ അല്പം ഒരു അസിഡിക് സൊല്യൂഷനിലോട്ട് നമ്മൾ കറണ്ട് കൊടുത്താൽ എന്ത് പറ്റും? ഇത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും, വിഘടിക്കും. വിഘടിക്കും, സെപ്പറേറ്റ് ആവും. അത്തരം റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ദ പ്രോസസ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ അബ്സോർബിങ് ഇലക്ട്രിക്കൽ എനർജി. ദ പ്രോസസ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഇലക്ട്രോളിസിസ് റിയാക്ഷനാണ്. നമ്മളിപ്പോൾ കണ്ടത് എന്തുവാണ്? ഇലക്ട്രോളിസിസ് റിയാക്ഷൻ ആണ്. സെറ്റാണോ? അതാ കണ്ടോ? വെള്ളത്തിലും നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. ഒരല്പം അസിഡിക് എമൗണ്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. നമുക്ക് എന്തായിട്ട് മാറും? അവനെയും തമ്മിലടിപ്പിച്ച് ഹൈഡ്രജൻ ഓക്സിജനായിട്ട് മാറ്റാം. അതെന്ത് റിയാക്ഷനാണ്? ഇതിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കുന്നത്. ഇതെവിടെ നമ്മൾ ഉപയോഗിക്കുന്ന യൂസ് ഉണ്ടോ? ഉണ്ട്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ വണ്ടിയുടെയൊക്കെ സൈലൻസർ നല്ല വെട്ടിത്തിളങ്ങി സിൽവർ പോലെ ഇരിക്കും, കണ്ണാടി പോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ സിൽവർ കൊണ്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? ഗോൾഡ് കവറിങ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗോൾഡ് പ്ലേറ്റഡ്, ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ, അതുപോലെ ഗോൾഡ് കവറിങ്. അപ്പോൾ ഇത്തരം പ്രോസസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെറ്റലിനെ മറ്റൊരു മെറ്റലുണ്ട്, ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ കോട്ടിങ് ചെയ്യുക. ഇങ്ങനെ കോട്ടിങ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ പ്ലേറ്റിംഗ്. ക്രോമിങ്, ഈ കാറ് ബൈക്കിനകത്തൊക്കെ ഒരു ക്രോം എലമെൻ്റ് എന്നൊരു സംഭവം കാണത്തില്ലേ? നമ്മൾ നല്ല മെറ്റൽ കണ്ണാടി പോലെ തിളങ്ങിയിരിക്കുന്ന ആ ഒരു സാധനം അല്ലേ? വണ്ടിയുടെ ഫ്രണ്ട് ഗ്രില്ലിൽ, അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ ചില വണ്ടികളൊക്കെ ഇങ്ങനെ കൊടുത്തേക്കും. ഇതാണെന്ത്? ഇലക്ട്രോ പ്ലേറ്റിംഗ്, ക്രോം ഗ്രില്ല് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ സിമ്പിൾ പരിപാടിയാണ്. നമ്മളൊരു ബീക്കർ എടുത്തിട്ട് നമുക്ക് ഏത് മെറ്റലാണോ നമുക്ക് കോട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ സിൽവർ കോട്ടിങ് ചെയ്യണമെങ്കിൽ സിൽവർ, ഗോൾഡ് കോട്ടിങ് ചെയ്യണമെങ്കിൽ ഗോൾഡ്, കോപ്പർ കോട്ടിങ് ചെയ്യണമെങ്കിൽ കോപ്പർ. നമുക്ക് ആദ്യം ഇവിടുത്തെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്ന പോലെ തന്നെ കോപ്പർ എടുക്കാം. എന്നിട്ട് അതിനെ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി കണക്ട് ചെയ്യണം. എന്നിട്ട് ഏവൻ്റെ പുറത്താണോ കോട്ടിങ് ചെയ്യേണ്ടത് അവനെ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യണം. എന്നിട്ടൊരു ബീക്കർ വെച്ചിട്ട് ഇതിനകത്ത് ഒരു സാധനം ഫില്ല് ചെയ്യണം. എന്ത് ഫില്ല് ചെയ്യണം? ഏത് മെറ്റലാണോ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഇവിടെ കോപ്പർ ആയതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് ആയി, ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് സൈനൈഡ്, സിൽവർ ആണെങ്കിൽ സിൽവർ സൈനൈഡ് നമ്മൾ യൂസ് ചെയ്യും. കറണ്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഇവിടെ നിന്നും പാർട്ടിക്കിൾസ് ഇളകി വന്ന് എന്ത് ചെയ്യും? ഇവിടേക്ക് ഇങ്ങനെ വന്ന് ചേരുന്നതായി നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഇതിന് ചുറ്റും എന്ത് പറ്റും? ഈ കോപ്പറിൻ്റെ ഒരു കോട്ടിങ് ക്രമേണ വരും. ഇതിൻ്റെ അളവ് കുറയുകയും ചെയ്യും. ഇതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഏത് ആളെയാണോ കോട്ട് ചെയ്യേണ്ടത് അവനെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യൂടാ, അവനെ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിൽ കണക്ട് ചെയ്യും. ബാങ്കിൾ എന്ന് വെച്ചാൽ ഇവിടെ നോക്കി, ഇവിടെ ഒരു വളയിലാണ് നമ്മളിത് ചെയ്തത്. ഈ വള ബാങ്കിൾ എവിടെയാണ് കൊടുത്തത്? അത് നെഗറ്റീവ് ടെർമിനലാണ് കൊടുത്തത്. വെൻ ദ സർക്യൂട്ട് ഈസ് സ്വിച്ച്ഡ് ഓൺ എന്ത് പറ്റും? ഈ പറയുന്ന കോപ്പർ വന്ന് ആ അയൺ ബാങ്കിളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഏത് മെറ്റലാണോ നമ്മൾ പ്ലേറ്റ് ചെയ്യേണ്ടത് അതിനെ പോസിറ്റീവ് ടെർമിനലിലും, ഏതിലാണോ പ്ലേറ്റ് ചെയ്യേണ്ടത് അതിനെ നെഗറ്റീവ് ടെർമിനലിലും നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. സോ അതാണ് എഴുതി വെച്ചേക്കുന്നത്. ദ മെറ്റൽ ടു ബി കോട്ടഡ് മസ്റ്റ് ബി കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ഓക്കെ ആണല്ലോ. സോ ദ സൊല്യൂഷൻ ഓഫ് ദ സോൾട്ട് അപ്പോൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ സിൽവർ നൈട്രേറ്റ് എടുത്ത്, ഇനി എനിക്കൊരു ഗോൾഡ് കഷ്ണം എനിക്കൊരു ഇരുമ്പിൻ്റെ മുകളിൽ കോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ആ ബീക്കറിൽ ഇവനെ എടുത്തിട്ട് പോസിറ്റീവിൽ കൊടുക്കണം. ആരെയാണോ കോട്ട് ചെയ്യേണ്ടത്? ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് AU. ഇനി ഇവിടെ ഇരുമ്പാണ് കൊടുത്തത് Fe. ഇവിടെ ഒരു സൊല്യൂഷൻ ഫില്ല് ചെയ്യേണ്ടത്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇവൻ്റെ ആളായിരിക്കണം. ആരുടെ ആളായിരിക്കണം? ഇവൻ്റെ ആളായിരിക്കണം. ദ സൊല്യൂഷൻ ഓഫ് ദ സോൾട്ട് ഓഫ് ദ സെയിം മെറ്റൽ ഡിസോൾവ് ഇൻ ദ വാട്ടർ ഷുഡ് ബി യൂസ്ഡ് ആസ് ദ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് കണ്ടോ, ഇഫ് സിൽവർ ഈസ് ടു ബി കോട്ടഡ് ഓൺ ദ അയൺ ബാങ്കിൾ, സിൽവർ പ്ലേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോസിറ്റീവിൽ കണക്ട് ചെയ്യേണ്ടത്. സൊല്യൂഷനായിട്ട് ഉപയോഗിക്കേണ്ടത് ഏതായിരിക്കും? സിൽവർ സൈനൈഡ് അല്ലെങ്കിൽ സോഡിയം സൈനൈഡോ യൂസ് ചെയ്യണം. ഇനി ഗോൾഡ് ആണോ പ്ലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗോൾഡ് ആയിരിക്കണം പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ അവിടെ ഗോൾഡ് സൈനൈഡോ അല്ലെങ്കിൽ സോഡിയം സൈനൈഡോ എന്ത് ചെയ്യണം? നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഓറല്ല, ഗോൾഡ് സൈനൈഡ് ആൻഡ് സോഡിയം സൈനൈഡ് എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ വിളിക്കുന്ന പേര് ഇലക്ട്രോ പ്ലേറ്റ്. സോ ദ കോട്ടിങ് എ മെറ്റൽ വിത്ത് അനദർ മെറ്റൽ യൂസിങ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഇലക്ട്രോ പ്ലേറ്റ്. വൈദ്യുതി വെച്ച് നമ്മൾ ഒരു മെറ്റലിൻ്റെ മുകളിൽ മറ്റൊരു മെറ്റലിനെ കോട്ട് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. നിങ്ങൾ ചില വർക്ക്ഷോപ്പുകളിലൊക്കെ ഇത് എഴുതി വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നോക്കി എന്താ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇലക്ട്രോളിസിസ് അറിയാമല്ലോ, ഒരു സാധനം കറണ്ടിൻ്റെ പ്രസൻസിൽ വിഘടിച്ച് അതിൻ്റെ കോൺസ്റ്റൻറ്റുകളായിട്ട് മാറുന്നതാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ചത് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. എന്താ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് കോട്ടിങ് എ മെറ്റൽ വിത്ത് അനദർ മെറ്റൽ. ഒരു മെറ്റലിൻ്റെ പുറത്ത് മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. എന്തുപയോഗിച്ചിട്ട്? വൈദ്യുതി ഉപയോഗിച്ചിട്ട്. എക്സാമ്പിളാണ് കോപ്പർ കോട്ടിംഗ്. എന്ത് ചെയ്യണം നമ്മൾ? കോപ്പർ പ്ലേറ്റിനെ പോസിറ്റീവ് ടെർമിനലിലും ഇരുമ്പിൻ്റെ മുകളിൽ കോട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഇരുമ്പ് ബാങ്കുകൾ നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്തിട്ട് കോപ്പർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും കോപ്പറിൽ നിന്ന് ഇളവി അയണിൽ വന്ന് കോട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇനി സിൽവർ ആണ് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ സിൽവർ ഉപയോഗിക്കണം, ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് ഉപയോഗിക്കണം. പോസിറ്റീവ് ടെർമിനലിലാണ്, നെഗറ്റീവ് കൊടുത്താൽ നടക്കത്തില്ല. സിൽവർ ആണെങ്കിൽ സിൽവർ സൈനൈഡ് അല്ലെങ്കിൽ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് സൈനൈഡ് വിത്ത് സോഡിയം സൈനൈഡ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിനകത്ത് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുകയും ചെയ്യാം, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. സെല്ലിനകത്ത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചെങ്കിൽ ഇലക്ട്രോളിസിസിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സെറ്റാണ്. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് ഭാഗമേ, നമുക്ക് ലെമൺ വെച്ചിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നാരങ്ങയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ആണി എടുക്കുക. ഇത് സിങ്ക്, ഇത് കോപ്പർ, 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 ഇത് സിങ്ക്, ഇത് കോപ്പർ. പരസ്പരം എല്ലാവരെയും കണക്ട് ചെയ്ത് നമ്മൾ അതിനകത്ത് LED കൊടുത്താൽ LED കത്തുന്നതായി നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ പറയുന്ന സിട്രസ് ഫ്രൂട്ടായിട്ടുള്ള ലെമണിനകത്ത് ആസിഡ് ഉണ്ട്. ഈ ആസിഡ് ഈ സിങ്കും കോപ്പറും മെറ്റലല്ലേ, മെറ്റലുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കൊരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. സോ ഇഫ് ദ ഇലക്ട്രിസിറ്റി ഈസ് അബ്സോർബ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഇറ്റ് ഈസ് നോൺ എസ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. എന്ന് വെച്ചാൽ നാരങ്ങ കത്തിച്ചത് മാത്രമല്ല, നമ്മളിപ്പോൾ പഠിച്ച ഇലക്ട്രോ പ്ലേറ്റിംഗ് ഇലക്ട്രോളിസിസും ഒക്കെ എന്തിനകത്ത് വരും? ഇലക്ട്രോ കെമിക്കലിനകത്ത് വരും. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ അത് ഇലക്ട്രോ കെമിക്കൽ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിനാണ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം നമ്മൾ ഡ്രൈ സെല്ലിൻ്റെ കാര്യം പഠിച്ചു. ഡ്രൈ സെല്ലിൽ എന്ത് പറ്റും? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. അടുത്ത് ഇലക്ട്രോളിസിസ് പഠിച്ചു. അവിടെ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ ലെമൺ കൊണ്ടുള്ള ബാറ്ററിയിൽ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അപ്പോൾ എവിടെയാണോ, ഏത് റിയാക്ഷനിലാണോ വൈദ്യുതി എന്ന് പറയുന്നത് എയ്തർ അബ്സോർബ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ യൂസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. എന്ത് വിളിക്കാം? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. വിത്ത് ദാറ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുകയാണ്? കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. കണ്ടോ? കെമിക്കൽ റിയാക്ഷൻ, അവിടെ നടക്കുന്ന എനർജി ചേഞ്ച്. സബ്സ്റ്റൻസ് കത്തിക്കുമ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും, തെർമോ. ഡീകമ്പോസിഷൻ ഓഫ് സബ്സ്റ്റൻസ് ഓൺ ഹീറ്റിങ്ങും അബ്സോർബ് ഹീറ്റ് ചെയ്യും, തെർമോ. ബയോലൂമിനസെൻസിൽ എന്താണ്? ലൈറ്റ് ഉൽപ്പാദിപ്പിക്കും, ഫോട്ടോ കെമിക്കൽ. സെല്ലിൽ ലെമൺ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും, ഇലക്ട്രോ കെമിക്കൽ. ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അബ്സോർബ് ചെയ്യും ഇലക്ട്രിസിറ്റി, ഇലക്ട്രോ കെമിക്കൽ. അപ്പോൾ ഇതാണെന്ത് നമുക്ക് ടൈപ്സ് ഓഫ് റിയാക്ഷൻ പഠിക്കാനുള്ളത്. ഞാനതെല്ലാം മനോഹരമായിട്ട് ഈ പറയുന്ന നോട്ടിൽ, ഇത് അവസാനത്തെ ക്വസ്റ്റ്യൻ്റെ പേരാണ്, ചേഞ്ചസ് ഓഫ് മാറ്റർ. ഇവിടെ തന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി ഞാനിവിടെ ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പേജ് കുറച്ച് നീണ്ട് കിടക്കുന്നത്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. വളരെ രസമുള്ളൊരു ചാപ്റ്റർ നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.